അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ. റജബിന്റെ പൊന്നമ്പിളി നമ്മുടെ മുന്നിൽ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ അടുക്കലുള്ള അനുഗ്രഹങ്ങൾ മുഴുവനും വാരിക്കോരി തരുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നോക്കിയിട്ട് കണ്ണും നട്ടിരിക്കുകയാണ്. റജബിന്റെ മഹത്വത്തെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഹദീബ് ഉസ്താദ് നിങ്ങൾക്ക് വെള്ളിയാഴ്ചയൊക്കെ പറഞ്ഞു തരും. വളരെ മഹത്വമുള്ളൊരു മാസത്തിലാണ് നമ്മൾ ഏവരും നിൽക്കുന്നത്. അതുകൊണ്ട് മാത്രവുമല്ല, നമ്മളിരിക്കുന്ന സദസ്സ് ഇൽമിന്റെ സദസ്സാണ്. ഈ ഇൽമിന്റെ സദസ്സ് എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിന്റെ സ്വർഗമെന്ന് പ്രഖ്യാപിച്ച ഒരു സദസ്സാണ് ഇൽമിന്റെ സദസ്സ്. ഈ സദസ്സിൽ നിന്നുകൊണ്ട് ഈ റജബിന്റെ മാസത്തിൽ ഈ പാതിരാവിൽ നമ്മൾ ഓരോരുത്തരും ദുആ ചെയ്യുമ്പോൾ ആ ദുആയിന് ഇജാബത്ത് ഉറപ്പാണ്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പരിഭവങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും കടങ്ങളും കയറി കിടക്കുന്ന ഒരു കുടുംബമാണ് നമ്മളുടെ. ഒരുപാട് വിശുദ്ധമാക്കപ്പെടുന്ന ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരിചയപ്പെടുത്തിയ ഒരു ചരിത്രമാണ്. അതിബഹുലമായ ചരിത്രമാണ്. ഈ ചരിത്രം നമ്മൾ എല്ലാവരും പഠിക്കേണ്ട ചരിത്രമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പ്രഭാഷണം തുടങ്ങി അവസാനിക്കുന്നത് വരെ നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ഉണ്ടാകണം. എനിക്ക് ഈ സദസ്സ് കണ്ടിട്ട് കുറച്ച് വൈഡായിട്ട് തോന്നും. നല്ല സദസ്സാണ്, പക്ഷെ എല്ലാവരും കുറച്ച് ദൂരെയായി പോയോ എന്നൊരു ഡൗട്ടുണ്ട്. കുഴപ്പമില്ല, കുറച്ച് അടുത്തിരുന്നാൽ ബുദ്ധിമുട്ടുണ്ടോ? ഈ സൗണ്ടിന്റെ വിഷയം ഉണ്ടായിരിക്കും അല്ലേ? കുഴപ്പമില്ല. എനിക്ക് കുറച്ച് ദൂരെയാണെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ച് അടുത്തിരിക്കണം, എന്നാലേ എനിക്കൊരു റാഹത്ത് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കുഴപ്പമില്ല. ഈ സൗണ്ട് മിസ്റ്റേക്ക് ആയതുകൊണ്ട് അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തുന്നതായ ഒരു ചരിത്രമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ വെക്കുന്നത്. എല്ലാ ആഴ്ചയിലും നമ്മൾ ഓതാറുള്ള സൂറത്തുൽ കഹ്ഫ് എല്ലാവരും ഓതാറുണ്ടായിരിക്കാം. പള്ളിയിലൊക്കെ നേരത്തെയുള്ള കാക്കന്മാരൊക്കെ, നമ്മുടെയൊക്കെ പ്രായമുള്ള ഉപ്പാപ്പന്മാരൊക്കെ പള്ളിയിൽ വന്നിട്ട് ജുമയുടെ സമയത്ത് ജുമയേക്കാൾ നേരത്തെ വന്നിട്ട് സൂറത്തുൽ കഹ്ഫ് ഓതും. ഇല്ലെങ്കിൽ വെറുതെയെങ്കിലും മുസാഫ് ഇങ്ങനെ മറിച്ചെങ്കിലും നോക്കുന്ന നമ്മുടെ ഉപ്പാപ്പന്മാരൊക്കെ കടന്നുപോയി. പ്രായമുള്ളവരെ കൊണ്ടാണ് ദുനിയാവ് നിൽക്കുന്നതെന്ന് ആദരവായ റസൂലുള്ളാഹി. അതുകൊണ്ട് പ്രായമുള്ളവരെ നമ്മൾ എപ്പോഴും ബഹുമാനിക്കണം. ഇൻഷാ അല്ലാഹ് എന്റെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ കൂടി പറഞ്ഞു തന്ന ചരിത്രമാണ് ആദ്യമായിട്ട് ഞാൻ പറയുന്നത്. ആ ചരിത്രത്തിൽ കൂടി നമുക്ക് കടക്കാം, നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സൂറത്തുൽ കഹ്ഫിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തുന്നതായ ഒരു ചരിത്രമുണ്ട്. ഒരു പറ്റം യുവാക്കളെ കുറിച്ചാണ് ആ ചരിത്രത്തിൽ പറയുന്നത്. ഒരു പറ്റം യുവാക്കളുടെ ചരിത്രമാണ് അതിൽ പറയുന്നത്. അതിൽ 7 പേരാണെന്ന് പറയപ്പെടുന്നുണ്ട്. ആ 7 പേരുടേതായ ചരിത്രമാണ് നമ്മളെ പരിചയപ്പെടുത്തി തരുന്നത് സൂറത്തുൽ കഹ്ഫിൽ കൂടി. എന്താ സംഭവം എന്നറിയുമോ? ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിന് ശേഷം ഒരുപാട് കാലം ഇങ്ങോട്ട് മാറി മറിഞ്ഞു പോയി. അങ്ങനെ രാജഭരണം ഉണ്ടായപ്പോൾ അവിടെ ഒരു രാജാവ് വന്നു, ദഖിയാനോസ് എന്ന് പറയുന്ന രാജാവ് അവിടെ ഭരിക്കാൻ വേണ്ടി വന്നു. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. മൈക്കിന് മുഴക്കം കൂടുതലുണ്ടോ? മൈക്കിന് മുഴക്കം കൂടുതലുണ്ടോ? ചെറുതായിട്ടൊന്ന് മാറ്റി ഒന്ന് ക്ലിയർ ആക്കി, ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് ചിലപ്പോൾ തിരിയാതെ പോയി. ദഖിയാനോസ് എന്ന് പറയുന്ന ഒരു രാജാവ് അവിടെ ഭരണം ഏറ്റെടുക്കുകയുണ്ടായി. ദഖിയാനോസ് എന്ന് പറയുന്ന രാജാവിന്റെ സ്വഭാവം എന്താണെന്നറിയുമോ? ആ ദഖിയാനോസ് എന്ന് പറയുന്ന രാജാവ് ഒരു ബിംബത്തിനെ ആരാധിക്കുന്ന ആളാണ്. ദഖിയാനോസ് രാജാവാണ് അവിടെ ഭരിക്കുന്നത്. ഈ ഭരണത്തില് ജനങ്ങൾ മുഴുവനും തൃപ്തിയാണ്, ഭൂരിഭാഗം ജനങ്ങളും തൃപ്തിയാണ്. നല്ല മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിനൊരു സ്വഭാവമുണ്ട്. അദ്ദേഹം ബിംബത്തിനെ ആരാധിക്കുന്ന ആളാണ്. ബിംബങ്ങളെ വെച്ചുകൊണ്ട് ആരാധിക്കുന്ന
ആരാധിക്കുന്ന മനുഷ്യനാണ് ദഖിയാനുസ് എന്ന് പറയുന്ന രാജാവ്. പഠിച്ചോ, ചരിത്രം പഠിക്കുക. സൂറത്തുൽ കൗഫിൽ കൂടി പഠിപ്പിക്കുന്ന ചരിത്രമാണ്. നമ്മൾ കേട്ടിട്ടുള്ള ചരിത്രം എങ്ങനെയാ? സൂറത്തുൽ കൗഫിൽ കൂടി നമ്മൾ പഠിക്കുന്ന ചരിത്രം എങ്ങനെയാ? കൗഫ് എന്ന് പറയുന്ന ഗുഹയിൽ കുറച്ച് ചെറുപ്പക്കാര് പോയി കിടന്നുറങ്ങി. അവർ വർഷങ്ങൾക്ക് മുമ്പ് ഉണർന്നിട്ട് ദുനിയാവിലേക്ക് വന്നുകൊണ്ട് അത്ഭുതങ്ങൾ കാണിച്ചു എന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. എങ്കിൽ സൂറത്തുൽ കൗഫിൽ കൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ചരിത്രം ഒന്ന് നോക്കുക. സൂറത്തുൽ കൗഫ് നമ്മൾ പഠിക്കുക. അതിന്റെ തഫ്സീർ ഒന്ന് തിരഞ്ഞു നോക്കുമ്പോൾ അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും, ഈ ദഖിയാനുസ് എന്ന് പറയുന്ന രാജാവ് ബിംബങ്ങളെ ആരാധിക്കുന്ന ആളാ. അവിടുള്ള ജനങ്ങൾ ഭൂരിഭാഗവും ബിംബങ്ങളെ ആരാധിക്കുന്നവരാണ്. അവിടുത്തെ മനുഷ്യന്മാര് മുഴുവനും ഭൂരിഭാഗവും, എല്ലാവരും അല്ല, ഭൂരിഭാഗം ആൾക്കാരും ബിംബങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു. എന്റെ മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വിഷയമാണ് അനുഗ്രഹീത വിഷയം എന്നുള്ളത്, അനുഗ്രഹീത യുവത്വം എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ യുവത്വം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സൂറത്തുൽ കൗഫിൽ കൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ചരിത്രമാ. ദഖിയാനുസ് എന്ന് പറയുന്ന രാജാവ് ബിംബത്തെ ആരാധിക്കുന്നവരാണ്. ഭൂരിഭാഗം ജനങ്ങളും ബിംബത്തെ ആരാധിക്കുന്നവരാണ്. എന്നിട്ട് ആ രാജാവ് ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ പല ആൾക്കാരും ബിംബത്തെ ആരാധിക്കാത്ത പല പാർട്ടികളുമുണ്ട്. ബിംബത്തെ ആരാധിക്കാതെ കണ്ട് മാറി നിൽക്കുന്ന മനുഷ്യന്മാരുണ്ട്. അവരുടെ ഇടയിലേക്ക് ഈ ദഖിയാനുസ് എന്ന് പറയുന്ന രാജാവ് കടന്നു ചെന്നിട്ട് എന്താ ചെയ്യുന്നതെന്നറിയുമോ? അവരുടെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് അവരെ നിർബന്ധിച്ചുകൊണ്ട് ബിംബത്തെ ആരാധിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. നിർബന്ധിച്ചു ഈ രാജാവ് അങ്ങോട്ട് കടന്നു ചെല്ലും. കടന്നു ചെന്നിട്ട് അവിടെ ബിംബങ്ങളെ ആരാധിക്കാത്തവർ, ഞാൻ അനുഷ്ഠിക്കുന്നതായ ദൈവാരാധന നടത്താതെ ആരെങ്കിലും ഈ രാജ്യത്തുണ്ടെങ്കിൽ അവര് ബിംബത്തെ ആരാധിക്കണമെന്ന് നിർബന്ധപൂർവമായിട്ട് പിടിച്ചുകൊണ്ടുവന്ന് ബിംബത്തിന്റെ മുന്നിൽ വന്നുകൊണ്ട് അവരെ ആരാധിപ്പിക്കുകയാണ്. ഇങ്ങനെ നിർബന്ധപൂർവമായ നിലയിൽ രാജാവ് ആരാധിപ്പിച്ചു കൊണ്ടുവന്നു. ആ സമയത്ത് 7 യുവാക്കൾ അതാ രാജാവിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ആ രാജാവിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ആ യുവാക്കളുടെ മനസ്സ് മന്ത്രിക്കുകയാണ്. ആ യുവാക്കള് ഒരു പറ്റം 7 യുവാക്കൾ മാറി നിന്നു. 7 യുവാക്കൾ മാറി നിന്നു. അവരുടേതായ മനസ്സിന്റെ അകത്തളങ്ങളിൽ എന്താ ഉള്ളതെന്നറിയുമോ? അവരുടെ മനസ്സിൽ ഒരിക്കലും ബിംബത്തെ ആരാധിക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം എന്ത്? ലാ യൻഫഉ വലാ യദറു, ലാ യൻഫഉ വലാ യദറു. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത, ആർക്കും ഒരു പ്രയോജനവുമില്ലാത്ത ഈ ബിംബത്തെ ഞാൻ എന്തിനാണ് ആരാധിക്കുന്നത്? ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല, ആർക്കും ഒരു പ്രയോജനവുമില്ല. പിന്നെന്തിനാണ് ഈ ബിംബങ്ങളെ ഞങ്ങൾ ആരാധിക്കുന്നത് എന്ന് ആ ചെറുപ്പക്കാരുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ്. എന്നിട്ട് ഈ രാജാവ് വന്നിട്ട് ആ യുവാക്കളെ പിടിക്കുന്നു. രാജാവ് വന്നിട്ട് എല്ലാവരെയും പിടിച്ചുകൊണ്ട് ബിംബത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരോട് ആരാധിക്കുവാൻ വേണ്ടി പറയുന്നു. കൈകൂപ്പിയിട്ട് ആ ബിംബത്തിന്റെ മുന്നിൽ നിൽക്കാൻ വേണ്ടി പറയുന്നു. ആ സമയത്തുമുണ്ടല്ലോ ആ യുവാക്കളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ എന്താ ഉള്ളതെന്നറിയുമോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തല്ലാതെ ഞങ്ങളുടെ ഹൃദയത്തിൽ വേറൊരു ഇലാഹില്ല. അല്ലാഹു അല്ലാതെ വേറൊരു ഇലാഹ് ഞങ്ങളുടെ ഹൃദയത്തിൽ ഇല്ല. ഞങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു മാത്രമാണ്. ഒരു ബിംബത്തിന്റെ മുന്നിൽ വന്ന് നിൽപ്പുണ്ട്. കാരണം രാജാവ് കർക്കശമായ നിലയിൽ വന്ന് പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. പക്ഷേ അവരുടെ ഹൃദയത്തിൽ എന്താ ഉള്ളത്? ഞങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ വേറെ ആരെയും ആരാധിക്കുകയില്ല. അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ രാജാവ് വേറൊരു രാജ്യത്തിലേക്ക് ടൂർ പോയി. വേറൊരു രാജ്യത്തിലേക്ക് രാജാവ് ടൂർ പോയപ്പോൾ ഈ യുവാക്കളെ രംഗത്തേക്ക് വരികയാണ്. ഈ ചരിത്രം ഒന്ന് നല്ലതുപോലെ വീക്ഷിച്ചു കൊണ്ടിരിക്കണം, മനസ്സിലാക്കണം. എന്നോടൊപ്പം എന്റെ യുവാക്കൾ ഉണ്ടാകണം. എല്ലാവരും ഈ ചരിത്രം പറയുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് എന്നോടൊപ്പം തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ ചരിത്രം മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ രാജാവ് വേറൊരു രാജ്യത്തിലേക്ക് പോയപ്പോൾ ഈ യുവാക്കളെ രംഗത്തേക്ക് വരികയാണ്, നാട്ടിലേക്ക് വരികയാണ്, പട്ടണത്തിലേക്ക് വരികയാണ്. ആ പട്ടണത്തിലേക്ക് വന്നിട്ട്
നമുക്കറിയാമല്ലോ, ജനങ്ങൾ ഏറ്റവും കൂടുതൽ തടിച്ചുകൂടിയിട്ട് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ ടൗണിലാണ്. ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗമാണ് ടൗണ്. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഓടിപ്പോകുന്നത് ടൗണിലോട്ടാണ്. ഒരു കാര്യവുമില്ല. നിസ്കരിക്കുന്ന സമയത്ത് പോലും നമ്മുടെ കൽബിൽ ടൗണിൽ പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഒരു പ്രയോജനവുമില്ല. എങ്കിൽ തന്നെയും നമ്മൾ ടൗണിൽ പോവുകയാണ്. എന്തിനാണ്? അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. അങ്ങനെ യുവാക്കൾ ടൗണിലേക്ക് വരുന്നു. അവിടുള്ളതായ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഭാഗത്തേക്ക് വന്നിട്ട് ഈ കുട്ടികൾ പറയുന്നു, യുവാക്കൾ പറയുന്നു, ജനങ്ങളുടെ സമക്ഷത്തേക്ക് ആ യുവാക്കള് കടന്നു വന്നുകൊണ്ട് ജനങ്ങളോട് പറയുകയാണ്, അവരുടെ ഹൃദയത്തിന്റെ കത്തളങ്ങളിൽ അല്ലാഹുവിനോടുള്ള ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചു വന്നു. അവരുടെ ഹൃദയത്തിന്റെ കത്തളങ്ങളിൽ അല്ലാഹുവിനോടുള്ള ഈമാൻ വർദ്ധിച്ചു വരികയാണ്, ഏറി വരികയാണ്. ആ സമയത്ത് തടിച്ചുകൂടിയ ജനങ്ങളോട് അവർക്ക് പറയാതെ വയ്യ. ഈമാൻ അധികരിച്ചു വന്നപ്പോൾ അവരുടെ മുന്നിൽ നിൽക്കുന്ന ജനങ്ങളോട്, ബിംബങ്ങളെ ആരാധിക്കുന്ന ജനങ്ങളോട് അവർക്ക് ഇലാഹിനെ കുറിച്ച് പറയാതെ വയ്യ. അവര് പറയാൻ വേണ്ടി പോവുകയാണ്. ആ യുവാക്കള് പറയുകയാണ്, ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്. ഞങ്ങളുടെ റബ്ബാരാണെന്നറിയുമോ ജനങ്ങളെ? ആ ജനങ്ങളുടെ സമക്ഷത്തിലേക്ക് വന്നുകൊണ്ട് ഒരു 7 യുവാക്കൾ വന്നുകൊണ്ട് പറയുകയാണ്, ഇത് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്. ഈ ആകാശഭൂമികളെ മുഴുവനും പടച്ചുകൊണ്ട് സംരക്ഷിക്കുന്ന രാജസയ്യിദായ തമ്പുരാനുണ്ടല്ലോ, ഓ ജനങ്ങളെ, ഒരുമിച്ച് കൂടിയ ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഭക്ഷണം തരുന്ന, വെള്ളം തരുന്ന, ജീവൻ തരുന്ന, നിങ്ങളുടെ ശരീരത്തെ സൗന്ദര്യപൂർണമാക്കി എടുത്തിരിക്കുന്ന, നിങ്ങളുടെ കുടുംബത്തിന് കരുണ ചെയ്യുന്ന, കാരുണ്യം ചെയ്യുന്ന, നിങ്ങൾക്ക് മനോഹരമായ സന്താനങ്ങളെ തന്ന, നിങ്ങളുടെ കുടുംബത്തിന് എല്ലാ വിധത്തിലുമുള്ള ഐശ്വര്യം പ്രദാനം ചെയ്ത, ഈ ലോകത്തെ മുഴുവനും പടച്ചുകൊണ്ട് സംരക്ഷിക്കുന്ന, സൂക്ഷ്മ നിരീക്ഷണത്തിൽ വെച്ചാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത സൂക്ഷ്മമായ ജീവികളെ പോലും പടച്ചിരിക്കുന്ന രാജസയ്യിദായ മാലിക്കുൽ മുലൂക്കായ റബ്ബുണ്ടല്ലോ, ആ റബ്ബാണ് ഞങ്ങളുടെ ഇലാഹ്, ആ റബ്ബാണ് ഞങ്ങളുടെ ഇലാഹ്. അതുകൊണ്ട് നിങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട, ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട. അല്ലാഹുവിനെ കൂടാതെ ഞങ്ങൾ ഒരാളെയും ഒരു ഇലാഹിനെയും ഞങ്ങൾ ആരാധിക്കുകയില്ല. അല്ലാഹുവിനെ കൂടാതെ ഞങ്ങൾ ആരെയും, ഞങ്ങൾ ഒരു ഇലാഹിനെയും ഞങ്ങൾ ആരാധിക്കുകയില്ല. ലഖദ് ഖുൽനാ ഇദൻ ശതതാ. ജനങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. കൂടി നിന്ന ജനങ്ങൾ മുഴുവനും അത്ഭുതപ്പെട്ടു പോയി. ഈ യുവാക്കള് സിംഹം ഗർജിക്കുന്നത് പോലെ ഒച്ച വെച്ചുകൊണ്ട് പറയുന്നു, ഞങ്ങളുടെ റബ്ബ്
നിങ്ങൾ ആരും ആരാധിക്കുന്ന ഇലാഹല്ല ഞങ്ങളുടെ റബ്ബ്. ഈ ലോകത്തെ മുഴുവനും പടച്ച് സംരക്ഷിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വായുവും ജലവും ലവണവും എല്ലാം തരുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് യുവാക്കൾ ഒച്ചത്തിൽ അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഇവർ അത്ഭുതപ്പെട്ടു പോയി. ജനങ്ങളെല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ യുവാക്കൾ ഒരു കാര്യം തീരുമാനിച്ചു. ഈ യുവാക്കൾ എന്താ ഒരു കാര്യം തീരുമാനിക്കുകയാണ്. ഇവര് 7 പേരും കൂടെ കൂടിയിട്ട് പറഞ്ഞു, നമുക്കിനി ഇവിടെ നിൽക്കണ്ട. കാരണം എന്താ? ഇവർ മുഴുവനും ബിംബങ്ങളെ ആരാധിക്കുന്ന വഴിപിഴച്ചു പോയ ആൾക്കാരാണ്. അതുകൊണ്ട് ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട, നമുക്ക് വേറെ സ്ഥലം നോക്കാം. വിശുദ്ധ ഖുർആൻ സഹോദരന്മാരെ 300 കൊല്ലമാണ് കിടന്നത്. എന്നിട്ട് പോലും അവർക്ക് തോന്നിയത് ഇപ്പം അങ്ങോട്ട് കിടന്നിട്ടേ ഉള്ളൂ എന്നാണ്. സുബ്ഹാനല്ലാഹ്. ജീവിതത്തെ കുറിച്ച് അനാവശ്യമായി ചിത്രീകരിച്ചുകൊണ്ട് ബർസഖി ജീവിതത്തെ വിശ്വസിക്കാതെ കണ്ട് നടക്കുന്നവരുണ്ട്. എങ്ങനെ ചിന്തിച്ചു നോക്കുക. ഈ ചരിത്രം അവർക്കൊരു പാഠമായി കൊള്ളട്ടെ. കൊല്ലങ്ങളോളം പൊന്നുമോനെ നീ ഖബറിന്റെ അകത്തളങ്ങളിൽ കിടന്നാലും ശരി, ഇരുമടഞ്ഞു പോയ ഖബറിന്റെ അകത്തളങ്ങളിൽ നീ കടന്നിട്ട് നിന്റെ മാംസവും എല്ലുമെല്ലാം മണ്ണിനോട് ചേർന്നു പോയതിനു ശേഷമാണ് പൊന്നുമോനെ അല്ലാഹുവിന്റെ മണ്ണിലേക്ക് നിന്നെ വിളിക്കുമടാ. നോക്കിക്കോ, സൂക്ഷിച്ചു പോലെ ജീവിച്ചു കൊള്ളുക. അഴിഞ്ഞാടിക്കൊണ്ട് ദുനിയാവിൽ അങ്ങനെ ജീവിച്ചു പോകണമെന്ന് ഏതെങ്കിലും ഒരുത്തൻ കരുതുന്നുണ്ട് എങ്കിൽ പോലെ നിന്നെ കാത്തിരിക്കുന്നത് ഖബറാണടാ. ആ ഖബറിൽ നീ എത്ര കൊല്ലം കിടന്നാലും ശരി. ചില ആൾക്കാർ പറയും ഖബറിൽ കടന്നു കഴിഞ്ഞാൽ, ഖബറിൽ കിടന്നുകൊണ്ട് നമ്മുടെ മാംസം മുഴുവനും അലിഞ്ഞു ചേർന്ന് മണ്ണിനോട് പോയി കഴിഞ്ഞാൽ പിന്നെങ്ങനാണ് നമ്മളെ പുനർജീവിപ്പിക്കുന്നത് എന്ന് പല ആൾക്കാർക്കും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ 200 കൊല്ലത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീരത്തെ നശിപ്പിക്കാതെ കണ്ട് കിടത്തിയുടക്കിയ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രമൊന്ന് പഠിച്ചു. മാത്രമല്ല വന്നുപോലെ നീ ഒന്നുമല്ലാതിരുന്ന കാലഘട്ടങ്ങളില്, ഈ ദുനിയാവില്ലാത്ത കാലത്തില്, ഈ ഭൂമിയിലെ മറ്റുള്ള ഗോളങ്ങളില്ലാതെ ഒന്നുമില്ലാതിരുന്ന കാലത്തിൽ നിന്നും എല്ലാം അല്ലാഹു തആല ഉണ്ടാക്കിയില്ലേ. അതുകൊണ്ടല്ലേ അല്ലാഹു തആല പറയുന്നത് അല്ലാഹു തആല കുൻ എന്ന് പറഞ്ഞാൽ ഫയകൂൻ, അത് ഉണ്ടാവുക തന്നെ ചെയ്യും. ആകെ എന്ന് അല്ലാഹു തആല പറഞ്ഞാൽ മതി. ആകെ, നീ ഒന്ന് ആകെ എന്ന് പറഞ്ഞാൽ അപ്പം ഉണ്ടാകും. ആർക്കും ഒരു സംശയം വേണ്ട കേട്ടോ, പ്രതീക്ഷിച്ചുകൊള്ളുക. അല്ലാഹു തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവരെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ അസ്ഹാബുൽ കഹ്ഫ് എണീക്കുകയാൽ തംലീഹയോട് പറയുന്നു, എനിക്ക് വിശക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട് തംലീഹ, അതുകൊണ്ട് നീ പട്ടണത്തിൽ പോയി ഭക്ഷണം വാങ്ങിച്ചിട്ട് വരിക. തംലീഹ എടുത്തു, ചാടി എണീറ്റു, ജുബ്ബയുടെ കീശയിലേക്ക് കൈയിട്ടിട്ട് വെള്ളി നാണയം എടുത്തു. വെള്ളി നാണയമൊക്കെ എടുത്തിട്ട് ഭക്ഷണം മേടിക്കാൻ വേണ്ടി പോവാ. വെള്ളി നാണയം എടുത്തിട്ട് ഭക്ഷണം മേടിക്കാൻ വേണ്ടി ടൗണിലേക്ക് ചെന്നു. വെളിയിലോട്ട്, ഗുഹയുടെ വെളിയിലോട്ടൊക്കെ ഇറങ്ങി ആ പരിസരമൊക്കെ നോക്കിയപ്പോഴത്തേക്ക് മൊത്തത്തിലൊരു മാറ്റം. സുബ്ഹാനല്ലാഹ്, ഇതെന്താ ഫുള്ളായിട്ട് മാറിയിരിക്കുന്നല്ലോ, മൊത്തത്തിലൊരു മാറ്റമുണ്ടല്ലോ. എങ്കിലും തംലീഹ് നടന്നൊരു പീടികയുടെ മുന്നിലെത്തി, ഒരു കടയുടെ മുന്നിലെത്തി. ആ കടയുടെ മുന്നിലെത്തിയിട്ട് തന്റെ കയ്യിലിരുന്ന വെള്ളിക്കാശ് എടുത്തിട്ട് ആ കടക്കാരന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. കടക്കാരന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഭക്ഷണം വേണം, ഭക്ഷണം തരൂ. കടക്കാരൻ അത്ഭുതത്തോടുകൂടി നോക്കിയാണ്. ഇതുവരെയ്ക്കും ഇതേപോലൊരു മനുഷ്യനെ കണ്ടിട്ടില്ല. കടക്കാരൻ അത്ഭുതപ്പെട്ടു പോയി. കടക്കാരൻ കയ്യിൽ നിന്ന് ആ വെള്ളി നാണയം ഇങ്ങോട്ട് മേടിച്ചിട്ട് നോക്കുമ്പോൾ, ആ വെള്ളി നാണയം ഇങ്ങോട്ട് മേടിച്ചു നോക്കി. അത്ഭുതപ്പെട്ടു പോയ കടക്കാരൻ ആ വെള്ളി നാണയത്തിൽ ദഖിയാനൂസിന്റെ പടമാണ്. ദഖിയാനൂസ് എന്ന് പറഞ്ഞാൽ 300 കൊല്ലത്തിന് മുമ്പുള്ള രാജാവിന്റെ പടമാണ് ആ വെള്ളി നാണയത്തിലുള്ളത്. കടക്കാരൻ അത്ഭുതപ്പെട്ടു പോയി. കടക്കാരൻ ബഹളമുണ്ടാക്കി. ജനങ്ങളെല്ലാവരും ഒത്തൊരുമിച്ചു കൂടി ആ ടൗൺ
ടൗണിലേക്ക് ജനങ്ങളെല്ലാവരും ഒരുമിച്ചുകൂടി. ആ കടയുടെ മുന്നിൽ ഒരു പറ്റം ആൾക്കാർ ഒരുമിച്ച് കൂടുകയും ആ കടക്കാരൻ സംഭവങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ തംലീഹയും കൊണ്ട് ജനങ്ങളെല്ലാം രാജാവിന്റെ സദസ്സിലേക്ക് പോവുകയാണ്. തംലീഹയും കൊണ്ട് രാജാവിന്റെ സദസ്സിലേക്ക് എല്ലാവരും കൂടി പോവുകയാണ്. അങ്ങനെ രാജാവിന്റെ മുന്നിലെത്തി. രാജാവ് കാര്യങ്ങളെല്ലാം തിരക്കിയപ്പോൾ തംലീഹ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തു. ആ സമയത്ത് രാജാവ് പറയുന്നു, റബ്ബി അല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ ഞാൻ ദുആ ചെയ്തതുപോലെ ആ ദുആയ്ക്ക് നീ ഇജാബത്ത് തന്നല്ലോ റബ്ബേ. ആ രാജാവുണ്ടല്ലോ, ബൈദറൂസ് രാജാവ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. എന്നിട്ട് ബൈദറൂസ് രാജാവ് ആ തംലീഹയും കൊണ്ട് ഗുഹയിലേക്ക് പോവുകയാ. ആ 7 യുവാക്കളെ ഒന്ന് കാണാം. അല്ലാഹു തആലയുടേതായ സാമീപ്യം തേടിയ, അല്ലാഹു തആല അനുഗ്രഹിച്ചതായ യുവാക്കളെ കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ തംലീഹയുമായിട്ട് കൊട്ടാരത്തിൽ നിന്ന് ഗുഹയിലേക്ക് പോവുകയാണ്. ആ യുവാക്കൾ ഇരിക്കുന്ന ഗുഹയിലേക്ക് പോവുകയാണ്. ആ ഗുഹയിൽ പോയിട്ട് യുവാക്കളെ കാണുന്നു. ആ യുവാക്കളെ തന്റെ ശരീരത്തിലേക്ക് പിടിച്ചിട്ട് ആലിംഗനം ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ബൈദറൂസ് രാജാവോട് ശുക്രിന്റെ സുജൂദ് ചെയ്യുന്നു. കൂടി നിന്ന് ജനങ്ങളെല്ലാം അത്ഭുതപ്പെട്ടു പോയി. ഇതെന്തൊരവസ്ഥയാണ്, 300 കൊല്ലത്തോളം കിടന്നുറങ്ങുകയോ, 300 കൊല്ലത്തോളം അല്ലാഹു തആല കിടത്തുറക്കിയോ. എന്തൊരത്ഭുതമാണ്. ആ ബൈദറൂസ് രാജാവിന്റെ രാജ്യത്തില് ബിംബങ്ങളെ ആരാധിച്ചിരുന്നവരുണ്ടല്ലോ, അവർ മുഴുവനും ബിംബങ്ങളെ തൂത്തുവാരി എറിഞ്ഞിട്ട് ഇലാഹിന്റെ വഴിയിലേക്ക് കടന്നു വരികയാണ്. ഈ ഭൂഖണ്ഡത്തിൽ ഒരുമിച്ച് കൂടിയതായ യുവാക്കളോടേക്ക് പറയാനുള്ളത്, എന്റെ മനസ്സിന്റെ കത്തളങ്ങളിൽ അല്ലാഹുവായിട്ടുള്ള ചിന്തയാണ് വേണ്ടത്. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെയാണ് മോനെ നീ സ്ഥാപിക്കേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ് നീ കുടുംബത്തിൽ കൊണ്ടുവരേണ്ടത്, നിന്റെ ജീവിതത്തിൽ നീ കൊണ്ടുവരേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ് മോനെ. അല്ലാഹു തആല പറഞ്ഞില്ലേ, ഉസ്വത്തുൻ ഹസന, ലഖദ ജാഅകും ഫീ റസൂലില്ലാഹ് ഉസ്വത്തുൻ ഹസന, ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ടെന്ന് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പഠിപ്പിച്ചതിലെയാണ്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെതായ സാന്നിധ്യമുണ്ടെങ്കിൽ അല്ലാഹു പൊന്നുമോനെ നിന്റെ കുടുംബത്തിൽ ബർക്കത്ത് നൽകുന്നതാണ്, നിന്റെ കുടുംബത്തിൽ റഹ്മത്ത് നൽകുന്നതാണ്. അല്ലെങ്കിൽ നീ വഴിപിടിച്ചതായ രീതിയിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് ആപത സഞ്ചാരം നടത്തിക്കൊണ്ട് മലാലയത്തിലായി നടന്നുകൊണ്ട് ഈമാനില്ലാതെ മരണപ്പെട്ടു പോകുന്നവരസ്ഥയോ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചര്യനുസരിച്ച് ജീവിക്കുന്ന യുവാക്കളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചര്യനുസരിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ അങ്ങനെയുള്ള യുവാക്കളിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ചരിത്രം അവിടെ അവസാനിച്ചു. ഇനി രണ്ടാമത്തെ കാര്യം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചര്യ അനുസരിക്കുന്ന യുവാക്കൾ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചര്യ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യുവാക്കൾക്ക് 4 ഗുണങ്ങളാണ് അല്ലാഹു തആല വെച്ചിരിക്കുന്നത്. 4 ഗുണങ്ങളാണ്. കുറച്ച് 4 ഗുണങ്ങളാണ് അല്ലാഹു തആല യുവാക്കൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് നല്ലോണം ചൊല്ലിക്കുക. സദസ്സ് ഉറങ്ങി മരിച്ച പോലെ കിടക്കരുത്. നമ്മളെല്ലാവരും ഉണർന്നിരിക്കല്ലേ, സ്വലാത്ത് നല്ലോണം ചൊല്ലുക. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത പിൻപറ്റിയ യുവാക്കൾക്ക് 4 ഗുണങ്ങളാണ് അല്ലാഹു തആല വെച്ചിരിക്കുന്നത്. 4 ഗുണങ്ങൾ എന്തൊക്കെയാണത്?
അൽഹംദുലില്ലാഹ്. 4 ഗുണങ്ങൾ. ഏതാണ് 4 ഗുണങ്ങൾ? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ഒരുപാട് യുവാക്കൾക്കുണ്ട് അല്ലേ ഹത്തി ഉസ്താദെ? നമ്മുടെ ഈ പൊക്കുണ്ടിലൊക്കെ പള്ളിയിൽ ഇഷ്ടംപോലെ കുട്ടികളൊക്കെ വരാറില്ലേ? യുവാക്കളൊക്കെ നല്ല സജീവല്ലേ ദീനിന്റെ കാര്യത്തിൽ? അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി അങ്ങനെ ആരെങ്കിലും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു തആല അവർക്ക് ഈമാൻ പരിപൂർണമായ നിലയിൽ അല്ലാഹു തആല ഈമാൻ കൊടുക്കുമാറാകട്ടെ. അതുമായിട്ട് ബന്ധപ്പെടാൻ, പള്ളിയുമായിട്ട് ബന്ധപ്പെടാൻ അല്ലാഹു തആല തൗഫീഖ് കൊടുക്കുമാറാകട്ടെ. ഇതോടുകൂടി ഇൻഷാ അല്ലാഹ് നന്നാകണം. ഈ റജബ് മാസത്തിൽ ഈ രാവിലെ ഈ സദസ്സിൽ നിന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രതിജ്ഞ എടുക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ നന്നാൻ പോവാണ്. ഈ നാട്ടില് ആരെയും കാണിക്കാനോ ബോധ്യപ്പെടുത്താനോ വേണ്ടിയിട്ടല്ല, പിന്നെ എന്റെ സ്വന്തം ശരീരത്തിന് വേണ്ടിയിട്ട് ഞാൻ നന്നാവുകയാണ്. എന്റെ സ്വന്തം ശരീരത്തിന് വേണ്ടിയിട്ട് ഞാൻ നന്നാവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്റെ ചര്യ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന യുവാക്കൾക്ക് 4 ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്. 4 ഗുണങ്ങൾ. ഒന്നാമത്തെ ഗുണം എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽ ഹബ്ബു ഫീ ഖുലൂബിൽ അബ്റാർ, അൽ ഹബ്ബു ഫീ ഖുലൂബിൽ അബ്റാർ. സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ അവരോടൊരു പ്രത്യേക സ്നേഹമുണ്ടാകും അല്ലേ? പള്ളിയിൽ വന്ന് നിസ്കരിക്കുകയും പള്ളിയുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യുന്ന നല്ല യുവാക്കൾക്ക് അവരോട് എപ്പോഴും ഉസ്താദന്മാർക്കൊരു പ്രത്യേക ഒരു അനുകമ്പയും അവരെ എല്ലാ കാര്യത്തിനും ഉൾക്കൊള്ളിക്കുകയും അവരോടൊരു പ്രത്യേക സ്നേഹമൊക്കെ ഉണ്ടാവും. എന്തുകൊണ്ട്? അവര് നല്ല ദീനുള്ള. ഇനി പോട്ടെ, അവനിക്കൊരു കല്യാണാലോചന വന്നു. ഇവിടെ കല്യാണ മുടക്കികളുണ്ടോ? നിക്കാഹ് മുടക്കികളുണ്ട് ചില നാട്ടിലൊക്കെ, ഭയങ്കരമാണ്. അത് പിന്നെ യുവാക്കളൊന്നുമല്ല, അത് യുവാക്കളെ പോലെ പ്രസരിപ്പുള്ള ചില വൃദ്ധന്മാരാണ്. അല്ലാഹു തആല അവർക്ക് നല്ല ബുദ്ധി കൊടുക്കുമാറാകട്ടെ. നമ്മളോടൊക്കെ പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങനെ ആരെങ്കിലും പിന്നെ കല്യാണം മുടക്കികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും കല്യാണം മുടക്കി കഴിഞ്ഞാൽ അന്നേരം തന്നെ അടിയാണ്. അത് ഉപ്പാണെങ്കിലും ശരി, കൊച്ചാപ്പാണെങ്കിലും ശരി, മൂത്താപ്പാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി അടിയാണ്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും. അതുപോലെ സ്പിരിറ്റുള്ള സാധനങ്ങളൊക്കെ അല്ലാഹു തആല നന്നാക്കുമാറാകട്ടെ. അപ്പൊ ഈ ദീനിൽ അധിഷ്ഠിതമായി കൊണ്ട് ജീവിക്കുന്ന ഒരു യുവാവ്, അവനെ കുറിച്ച് നാട്ടിൽ മുഴുവനും നല്ല അഭിപ്രായമാണ്. ഉസ്താദൊക്കെ വന്നിച്ചത് പെണ്ണിന്റെ ആൾക്കാർ വന്ന് ചോദിക്കുകയാണ്, ഉസ്താദെ എങ്ങനുണ്ട് കുട്ടി, അവനെങ്ങനുണ്ട്? നല്ല കുട്ടിയാണെന്നൊക്കെ അറിയപ്പെടുന്നത്. എങ്ങനെ ഉസ്താദിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമായി അല്ലെ? നമ്മളോടൊക്കെ ഒന്ന് ചോദിക്കാറുണ്ട്, നാട്ടിലൊക്കെ കല്യാണം വരുമ്പോ നമ്മളൊക്കെ ഒന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഉസ്താദ് എന്താ പറയുന്നത്? നല്ല ചെറുക്കനാണ്, നല്ല പയ്യനാണ്, ഏത് സമയം ഇവിടെ ഉണ്ട്, പള്ളിയിലുണ്ട്, എനിക്ക് ഞാനുമായിട്ട് എപ്പോഴും ഇവിടെ ഞാനുമായിട്ട് നല്ല ഫ്രണ്ടാണ്. അവൻ പള്ളിയിൽ ഏതൊരു കാര്യത്തിന് വേണ്ടി ഏത് സമയത്ത് വിളിച്ചാലും അവൻ ഉറങ്ങി കിടക്കുകയാണെങ്കിൽ ശരി, അവൻ ചാടി എണീറ്റ് പള്ളിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് വരും, ദീനിന്റെ കാര്യത്തിന് വേണ്ടിയാണ് ശരി. അതുകൊണ്ട് നിങ്ങളുടെ മകൾക്ക് ഏറ്റവും യോജിച്ചതും അനുയോജ്യവുമായിട്ടുള്ള ചെറുക്കനാണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നല്ല പയ്യനാണ് എന്നുള്ള അഭിപ്രായമായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ അല്ലെ അവനോട് ഇനി വൈരാഗ്യമുണ്ട് എങ്കിൽ തന്നെയും അവനോട് സ്നേഹമുണ്ടാകും. കാരണം എന്താ? അവൻ ദീനുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നവനാണ്. ദീനുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്ന ദീനീ കാര്യങ്ങൾക്ക് വേണ്ടി വാഴ പരമ്പരയൊക്കെ വെക്കുമ്പോ അതിനുവേണ്ടി സജീവമായി പ്രവർത്തിച്ചുകൊണ്ട് പിരിവിനിറങ്ങാനാണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്കാണെങ്കിലും സജീവമായി ഇറങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുന്നവനാണ്. അല്ലെങ്കിൽ പള്ളിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടോ മദ്രസയുടെ കാര്യത്തിന് വേണ്ടിയിട്ടോ, ഇവിടെ പള്ളിയുടെ മദ്രസയുടെ ഒക്കെ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുന്നുണ്ടാവും. എല്ലാ റാഹത്തും ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ നമുക്ക് വേണ്ടിയിട്ടല്ലേ. നമ്മളെന്തിനാണ് സഹായിക്കണം എന്ന് പറയുന്നത്? നമുക്ക് വേണ്ടിയിട്ടല്ലേ, വേറെ ആർക്ക് വേണ്ടിയിട്ടാ? നമുക്ക് വേണ്ടിയിട്ടല്ലേ, മറ്റുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ, നമുക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പൊ അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മോനെ നീ ദീനുൽ ഇസ്ലാമിൽ അധിഷ്ഠിതമായി കൊണ്ട് നിന്റെ ജീവിതം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ പൊക്കുണ്ടിൽ ഈ സംസാരം കേൾക്കുന്ന യുവാക്കളുണ്ട് എങ്കിൽ ഇന്ന് തൊട്ട് മാറിക്കോ മോനെ. നിനക്ക് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന കച്ചവടം ഏതാണെന്നറിയുമോ? അല്ലാഹുവിന്റെ ദീനുമായിട്ട് പൊരുത്തപ്പെട്ടു പോകലാണ്. കുറെ മുടി അങ്ങോട്ട് വളർത്തി വെച്ചിട്ട്, താടി അങ്ങോട്ട് നീട്ടി വളർത്തി വെച്ചിട്ട്, പാശ്ചാത്യന്മാരുടെ സംസ്കാരം അങ്ങോട്ട് ആവാഹിച്ചുകൊണ്ട് നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാ
അള്ളാഹുവിന്റെ ശാപമല്ലാതെ നിന്റെ കുടുംബത്തിൽ കിട്ടുകയില്ല. അള്ളാഹുവിന്റെ ശാപമല്ലാതെ പൊന്നുപോലെ നിന്റെ ജീവിതത്തിൽ ഖൈറുണ്ടാവുകയില്ല എന്ന് ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുമ്പോ പൊന്നുപോലെ നിനക്ക് ഏറ്റവും കൂടുതൽ ലാഭമുള്ളതായ കച്ചവടം എന്ന് പറയുന്നത് അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്ത്, അള്ളാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലിക്കോ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് നീ പ്രയത്നിച്ചോ. എങ്കിൽ മാത്രമേ പാരത്രികമായ ലോകത്തിലും ഈ ലോകത്തിലും നിനക്ക് ഖൈറും ബറക്കത്തും ഉണ്ടാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് ആർക്ക് ആമീൻ പറയാനൊരു ചെറിയ മടി പോലെ? ചില ആൾക്കാർക്ക് സ്വന്തമായിട്ട് നന്നാകുന്നതാണ് ഇഷ്ടം, മറ്റുള്ളവർ നന്നാകുന്ന ഇഷ്ടമില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. സ്വന്തമായിട്ട് നന്നാകുന്നതാണ് ചില ആൾക്കാർക്ക് ഇഷ്ടം, മറ്റുള്ളവർ നന്നാകുന്നത് പിടിക്കൂല. നന്റെ മോൻ അവൻ ബെറ്ററാണ്, അവൻ മറ്റവന്റെ മോൻ അങ്ങനെയൊക്കെ ഉണ്ട്. എങ്കിലും ചെറിയ വളവും തിരിവൊക്കെ ഉണ്ട് അവന്റെ കയ്യിൽ എന്ന് പറയും. നമ്മുടെ സ്വന്തം മക്കളെ കുറിച്ച് നമ്മൾ എത്രത്തോളം പുകഴ്ത്താമോ അത്രത്തോളം നമ്മൾ പുകഴ്ത്തി വെക്കുകയാണ്. മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്താണ്, നമ്മുടെ നാക്ക് ഇറങ്ങിപ്പോവുകയാണ്. അവരെ കുറിച്ച് പറയാനൊന്നുമില്ല, അവരെ കുറിച്ച് മോശമായ കാര്യങ്ങളെല്ലാം നമ്മുടെ നാവിൽ വരുത്തില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റുള്ളവരെ കുറിച്ച് അനാവശ്യമായിട്ട് നമ്മുടെ നാവിലും കൽബിലും വരുന്നുണ്ട് എങ്കിൽ നമ്മുടെ കൽബിൽ എന്തില്ല, ഈമാനിന്റെ ലവലേശം പോലും ഇല്ല എന്ന് റസൂലുള്ളാഹി. നമ്മുടെ കൽബിൽ ഈമാൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ സഹോദരനെ നമ്മൾ കുറ്റം പറയുന്നത്. എന്റെ സഹോദരിമാരൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ വരിക, സഹോദരിമാരിലോട്ട് ഞാൻ വരികയാണ്. അങ്ങോട്ട് വരുമെന്നല്ല, വിഷയത്തിലേക്ക് വരിക. അപ്പോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയുമോ? യുവാക്കളെ ഒന്ന് ശ്രദ്ധിക്കണം. ഒന്നാമത്തത് പറഞ്ഞത് അൽ ഹുബ്ബു ഫീ ഖുലൂബിൽ അബ്റാർ. രണ്ടാമത്തത് പറഞ്ഞെന്താണ്? അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ ശത്രുക്കൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഭയമുണ്ടാകും. 5 നേരം നിസ്കരിക്കുകയും ഏത് സമയവും ഒളുവൊക്കെ എടുത്തുകൊണ്ട് 5 നേരം നിസ്കരിക്കുകയും അതേപോലെ ദീനീ പ്രവർത്തനത്തിന് വേണ്ടി നടക്കുകയും ചെയ്യുന്ന ഒരു യുവാവ് ഇങ്ങോട്ട് നടന്നു വരുമ്പോ സുബ്ഹാനല്ലാഹ് അവന്റെ ഈമാൻ കണ്ടിട്ട് അവന്റെ എതിരെ വരുന്ന അവന്റെ ശത്രു ഒന്ന് വിറയ്ക്കുമെന്ന് റസൂലുള്ളാഹി. അള്ളാന്റെ റസൂലിന്റെ ചര്യ അനുസരിച്ച് എന്റെ യുവാക്കളെ നമ്മൾ അടിയുറച്ചുകൊണ്ട് നിൽക്കണം. നല്ല ഈമാൻ വേണം. ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് നമ്മൾ ജീവിക്കണമെങ്കിൽ നല്ല ഈമാൻ വേണം. നല്ല ഈമാൻ ഇല്ലാതെ ഒരിക്കലും നമുക്ക് ദീനിൽ നമുക്ക് സ്ഥിരമായിട്ട് നിൽക്കാൻ കഴിയില്ല. 2 ദിവസം മുതലോടെ ഇപ്പൊ നിസ്കാരവും തഹജ്ജുദും ളുഹായും ഒക്കെ ഉണ്ടാവും. 3 അന്ന് തിയേറ്ററിലും പോകും. ഈ ഈമാൻ പാടില്ല, ഈ ഈമാൻ പറ്റൂല. ഇത് കാക്ക തൗബയാണ്, കാക്കയുടെ ഈമാനാണ്. ആ ഈമാൻ പറ്റൂല. ഈ കാലഘട്ടത്തിൽ ദീനുൽ ഇസ്ലാമിന്റെ ചൈതന്യത്തോടുകൂടെ നമ്മൾ ജീവിക്കണമെങ്കിൽ എന്റെ യുവാക്കളെ നല്ല ഈമാൻ നമുക്കുണ്ടാകണമെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാഹു തആല പരിപൂർണമായ ഈമാൻ തന്ന് അല്ലാഹു തആല നമ്മുടെ തൗഫീഖ് നൽകുമാറാകട്ടെ. പരിപൂർണമായ ഈമാൻ തന്ന് അല്ലാഹു തആല നമ്മളെ സഹായിക്കുമാറാകട്ടെ. നല്ല ഈമാൻ വേണം, എങ്കിൽ മാത്രമേ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്താ പറഞ്ഞത്? ഈമാനുള്ള അല്ലെങ്കിൽ ഇസ്ലാമിൽ അധിഷ്ഠിതമായി കൊണ്ട് ജീവിക്കുന്ന ഒരു യുവാവ് നടന്ന് അള്ളാഹുവിന്റെ ദീനിൽ അനുസരിച്ചുകൊണ്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ അനുസരിച്ചുകൊണ്ട് എന്റെ യുവാക്കളെ നമ്മൾ നിലകൊണ്ട് കഴിഞ്ഞാൽ പലരും നമ്മളെ ഭയപ്പെടും. ആരെയും ഭയപ്പെടാൻ വേണ്ടിയിട്ടല്ല, ആരെയും ഭയപ്പെടുത്താനോ പേടിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല, അവരറിയാതെ ഭയപ്പെട്ടു പോവുകയാണ്. അതാണ് നമ്മുടെ ഈമാൻ. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ലതുപോലെ ആമീൻ പറയണം എല്ലാവരും. അത്രത്തോളം അനുഗ്രഹീതമായ ഒരു സദസ്സിലിരിക്കുകയാണ് നമ്മൾ. നമുക്ക് എല്ലാവർക്കും നല്ല ചൂടൊക്കെ ഉണ്ട്, ആവിയുണ്ട്, ഇരിക്കാൻ തോന്നില്ല. ഇറങ്ങി നടന്നാൽ കൊള്ളാന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ നമ്മുടെ ക്ഷമയോടുകൂടി നമ്മുടെ ദീൻ കേൾക്കുക, ഇൽമ കേൾക്കുക, നിസ്കരിക്കുക, ഇതൊക്കെ ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യുക എന്നുള്ളത് അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നത് പോലെയാണ്. അല്ലാഹു തആല അർഹമായ പ്രതിഫലം തരുമാറാകട്ടെ. ഓരോ നിമിഷം ഇവിടെ ഇരിക്കുന്നതിന് അല്ലാഹു തആല അർഹമായ പ്രതിഫലം തന്നെ ഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ രണ്ടാമത്തെ കാര്യം പറഞ്ഞു. ഈ മൂന്നാമത്തെ ഗുണം എന്താ കിട്ടുന്നത്?
മൂന്നാമത്തെ ഗുണം കിട്ടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു യുവാവിന് കിട്ടുന്ന മൂന്നാമത്തെ ഗുണം എന്താണ്? അല്ലാഹു തആല, അല്ലാഹുവിന്റെ പ്രവാചകർ പറയുന്നു, അവന്റെ ഭക്ഷണത്തിൽ ബർക്കത്ത് അല്ലാഹു തആല കൊടുക്കുന്നതാണ്. ഉണ്ടോ? അവന്റെ ഭക്ഷണത്തിൽ അല്ലാഹു തആല ബർക്കത്ത് കൊടുക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി. അള്ളാന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യുവാവിന് അവൻ വീട്ടിലേക്ക് പോകുക, അല്ലെങ്കിൽ അവൻ തൊഴിലെടുക്കുന്നതിൽ ആ തൊഴിലിൽ അല്ലാഹു തആല ബർക്കത്ത് നൽകുമെന്നാണ്. അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ. ഇനി അവനിക്ക്, നിസ്കരിക്കുന്നവനിക്ക്, അല്ലെങ്കിൽ ദീനിന്റെ കാര്യമായിട്ട് ബന്ധപ്പെടുന്ന ഒരു യുവാവിനെ അവനിക്ക് ആരെങ്കിലും ഒരാൾ സഹായിച്ചാൽ അല്ലാഹു തആല ഈ സഹായിക്കുന്നവനും ബർക്കത്ത് നൽകുമെന്ന് ആദരവായ റസൂലുള്ളാഹി. കണ്ടോ എത്രത്തോളം പ്രതിഫലമാണ്. അപ്പോ ഒരു യുവാവ് ദീനുൽ ഇസ്ലാമിന്റെ ചര്യ അനുസരിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ അവിടെ ജനങ്ങൾ മുഴുവനും നമ്മളെ ഇഷ്ടപ്പെടുന്നു. ജനങ്ങൾ മുഴുവനും ഇഷ്ടപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് നമ്മളെ ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ വാനലോകത്തും ഭൂമി ലോകത്തുമുള്ളവർ നമ്മളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു തആല വെറുതെ ഇരിക്കുമോ? അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടും. സുബ്ഹാനല്ലാഹ്. അക്കൂട്ടരിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു തആല നമ്മളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ അവിടെ നടക്കുന്നത്? അള്ളാന്റെ സഹായം നമുക്കുണ്ടാവും. അള്ളാഹുവിന്റെ സഹായമാണ് നമുക്കുണ്ടാകുന്നത്. പിന്നെ ഒരു വസ്തുവിനെയും ഒരു ശൈഇനെയും നമ്മൾ പേടിക്കണ്ട. അള്ളാന്റെ സഹായമുണ്ടെങ്കിൽ നമ്മളൊരു വസ്തുവിനെ നമ്മൾ പേടിക്കണ്ട. അള്ളാഹുവിന്റെ നോട്ടമില്ലാതെ വരുമ്പോഴാണ് പലതിനെയും നമ്മൾ പേടിക്കേണ്ടത്. നമ്മൾ അറിയാതെ നമ്മൾ പേടിച്ചു പോകുന്നതും അതുകൊണ്ടാണ്, അല്ലേ? നിത്യമായിട്ടും ഫാത്തിഹയൊക്കെ ഓതിക്കിട്ട് കിടക്കുന്ന ആൾക്കാർ ഒരു ദിവസം ഓതാതെ കടന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പേടിയാണ്, ഒരു ഭയമാണ്. നിസ്കരിക്കാതെ കണ്ട് പോയി കിടക്കുന്ന ഉമ്മാമാടെ കൽബിൽ എന്താ ഉള്ളത്? റബ്ബേ, ഞാൻ ഇന്ന് നിസ്കരിക്കാതെ കിടക്കുന്നത്, റബ്ബേ ഇന്ന് ഞാൻ എന്റെ റൂഹം കാണാൻ പോയി കഴിഞ്ഞാൽ ആകപ്പാട് കുഴപ്പത്തിലാവുമല്ലോ. വളരെ വ്യസനത്തോടു കൂടിയാണ് കിടക്കുന്നത്. നിസ്കരിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് മരിക്കുന്ന പറയുമ്പോൾ കേൾക്കുമ്പോൾ വല്ലാത്ത ഭയമാണ്. നിസ്കരിക്കാതെ നടക്കുന്നവർക്ക് മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ വല്ലാത്ത ഭയമാണ്. ഞാൻ മരിച്ചു പോവോ? വീണ്ടും ജീവിക്കാനാണ് ആഗ്രഹം. മരിക്കുന്നത് ഭയങ്കര പേടിയാണ്. കാരണം എന്താ? ഒരുപാട് നിസ്കാരം ഞാൻ ഖളാക്കിയാണ്. അതുകൊണ്ട് എന്റെ യുവാക്കളോട് പറഞ്ഞത്, നമ്മുടെ ഉപ്പാപ്പമാരൊക്കെ ഒരുപാട് നിസ്കാരം ഖളാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ പ്രായം മുതൽ നിസ്കാരത്തെ നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുറെ നാള് കഴിഞ്ഞ് അല്ലാഹു തആല ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ കുറെ നാള് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയണ്ട, എന്റെ നിസ്കാരങ്ങളൊക്കെ ഖളായി പോയി എന്നൊരവസ്ഥ ഉണ്ട്. കാരണം എന്താ? ഈ ഖളായി പോയ നിസ്കാരം മുഴുവനും അല്ലാഹു തആല നാളെ മഹ്ശറയിൽ വെച്ച് ചെമ്പിന്റെ തറയിൽ, ചുട്ടുപഴുത്ത ചെമ്പിന്റെ തറയിൽ വെച്ച് മുഴുവനും മടക്കി നിസ്കരിപ്പിക്കുകയാണ്, ഖളാ വീട്ടുകയാണ്. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ ഫാനിന്റെ ചവിട്ടി നിന്നിട്ട് 4 റക്അത്ത് നിസ്കരിക്കാൻ നമുക്ക് വയ്യ, പിന്നെ ചെമ്പിന്റെ തറയിൽ പോയി നിസ്കരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ചിന്തിച്ചു നോക്കി. ഫാന് 4-5 അടുപ്പിച്ചിങ്ങനെ നല്ലതുപോലെ 5ന്റെ സ്പീഡിൽ ഇങ്ങനെ കറങ്ങാം. എന്നിട്ട് അതിന്റെ ചവിട്ടി നിന്നിട്ട് സുജൂദ് ചെയ്യാൻ കുറച്ചു നേരം ഒന്ന് നീണ്ടു പോയി കഴിഞ്ഞാൽ ഇമാമിനെ കുറ്റം പറയാം. അയാളുടെ സുജൂദ് എന്ത് സുജൂദാണ്? ഇത്ര ഖൗഫ്, നിസ്കരിക്കാൻ വേണ്ടി കാണും ഇത്ര ഖൗഫ്. ചൂടെടുത്തിട്ട് മനുഷ്യന് നിൽക്കാൻ പോലും കഴിയത്തില്ല. അദ്ദേഹത്തിന്റെ സുജൂദ്, ഒരു റുക്കൂ, ഒരു ഓത്ത്, നീട്ടിപ്പിടിച്ചൊരു ഓത്ത്, പല കുറ്റങ്ങളായി. അതിന് കഴിയുന്നില്ല. പിന്നെ നമ്മൾ എങ്ങനെയാണ് മഹ്ശറയിൽ പോകുമ്പോ സുബ്ഹാനല്ലാഹ് ചെമ്പിന്റെ തറയിൽ നിന്ന് ഖളാ വീട്ടേണ്ടി വരും. എന്റെ സഹോദരിമാരെ ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ ഐഡിയ എടുത്തുകൊണ്ട് ഖളാ ആക്കുന്ന ഒരു പ്രത്യേക വിഭാഗമാണ്, ഖൗമാണ് നമ്മുടെ സഹോദരിമാരും ഉമ്മമാരും, അല്ലേ? അവർക്ക് സുഖം ഉണ്ടെങ്കിൽ പറയും, സുഖം ഇല്ല എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ദിവസത്തെ നിസ്കാരം ഖളാ ആക്കലാണ്. ഇങ്ങനെയുള്ള ടീമുണ്ട്. അല്ലാഹു തആല വിടൂല കേട്ടോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ വിടൂല. തന്റെ ഭർത്താവിനെ ചിലപ്പോ നമുക്ക് വഞ്ചിക്കാം, ഇങ്ങനെ ഐഡിയകളൊക്കെ പറഞ്ഞിട്ട് നിസ്കരിക്കാതെ സുബഹിക്ക് കിടന്നിറങ്ങാം. പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ വഞ്ചിക്കാൻ സാധിക്കുകയില്ല, അവനെ പറ്റിക്കാൻ സാധിക്കില്ല, പിടിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സൂക്ഷിച്ച് ജീവിക്കും. ഭർത്താവിനോട് കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ തൃപ്തിയില്ലാതെയാണ് ഭാര്യ മരിച്ചു പോകുന്നത്. ഭർത്താവിന്റെ തൃപ്തിയില്ലാതെ കണ്ട് ഭാര്യ മരിച്ചു പോയി കഴിഞ്ഞാൽ അവൾ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് ആദരവായ റസൂലുള്ളാഹി. ഭർത്താവിന്റെ തൃപ്തിയില്ലാതെ കണ്ട് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരിക്കലും അവൾ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് റസൂലുള്ളാഹി.
സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വിഷയം മാറിപ്പോകുന്നു തോന്നുന്നു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന എന്താ യുവാക്കള്, അല്ലാഹുവിന്റെ ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന യുവാക്കള് അല്ലാഹു തആല അവന്റെ ഭക്ഷണത്തിൽ ബർക്കത്ത് നൽകുകയാണ്. അവൻ ഇറങ്ങിപ്പോകുന്ന ജോലിയിൽ അല്ലാഹു തആല ബർക്കത്ത് നൽകുകയാണ്. പ്രവാസ ജീവിതം നയിക്കുന്ന ഒരുപാട് യുവാക്കളുണ്ട്. ഈ പൊതുകുലമുണ്ടല്ലോ, ഒരുപാട് പ്രവാസ ജീവിതം നയിക്കുന്നവര് അവര് ഗൾഫ് രാജ്യങ്ങളിൽ പോയിക്കൊണ്ട് മരുഭൂമിയിൽ കടന്നുകൊണ്ട് വല്ലാതെ ചൂടിൽ അനുഭവിച്ചുകൊണ്ട് കടന്ന് കഷ്ടപ്പെടുമ്പോൾ എന്റെ സഹോദരിമാരെ, നമ്മുടെ ഭർത്താവ് എങ്ങനെയാണ് നമുക്ക് മുതലയച്ചു തരുന്നത്, കാശയച്ചു തരുന്നതെന്ന് അറിയുമോ? എന്റെ ഉമ്മമാരെ, എന്റെ ഉപ്പമാരെ, നിങ്ങളുടെ മക്കളുണ്ടല്ലോ, നിങ്ങളുടെ മക്കൾ ഗൾഫ് രാജ്യത്തിൽ പോയി കടന്നുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് അവിടെ വീർപ്പൊഴിക്കൊണ്ട് തന്റേതായ രക്തം ചോരയുണ്ടല്ലോ, അത് വീർപ്പാക്കി ഒലിപ്പിച്ചുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് പണിയെടുത്തുകൊണ്ട് അയച്ചു തരുന്ന പണക്കെട്ടില്ലേ, ആ പണക്കെട്ട് കൊണ്ട് ഒന്ന് ദൂർത്തടിക്കാനുള്ളതല്ല പൊന്നമോളെ, അതിന് അല്ലാഹു തആല ചോദ്യം ചെയ്യുന്ന പണമോ? അവന്റെ ആരോഗ്യം ചെലവഴിച്ചുകൊണ്ട് ഗൾഫ് രാജ്യത്തിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമല്ലേ, ആ പണത്തിന് ഓരോ പൈസയ്ക്കും അല്ലാഹു തആല ചോദ്യം ചെയ്യുന്നതാണ്. എന്റെ പേര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ്, അതുകൊണ്ട് എനിക്ക് തോന്നിയത് പോലെ ചെയ്യാമെന്ന് ഏതെങ്കിലും ഹാജിമാര് കരുതുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും താത്തമാര് കരുതുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും സഹോദരിമാര് കരുതുന്നുണ്ടെങ്കിൽ, പൊന്നുപോലെ നിന്റെ ഭർത്താവ് അയച്ചു വരുന്ന ആ പണക്കെട്ടിന്റെ പകുതി എടുത്തുകൊണ്ട് നിനക്ക് ചൂടാറ് മേടിക്കാറോ, ഏറ്റവും കൂടുതൽ വില കൂടിയതായ പർദ്ദയെ മേടിച്ചുകൊണ്ട് അവനില്ലാത്ത അവസ്ഥയിൽ ഈ ടൗണിൽ കോടി നടക്കുന്ന പെണ്ണ്, അത് നിന്റെ ഭർത്താവിന് പൊരുത്തമില്ലാത്തതാണ് എങ്കില്, നിന്റെ ഭർത്താവിന് പൊരുത്തമില്ലാത്തതാണ് എങ്കില്, മോളെ നീ നടന്നു പോകുന്ന നടത്തമുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ ശാപമിറങ്ങുന്ന നടത്തമാ. നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ഭർത്താവിന്റെ അനുവാദമില്ലാതെ കണ്ട് ആ ഭർത്താവ് അയച്ചു കൊടുത്ത പണവുമായിട്ട് കൊണ്ട് വീട്ടിൽ പറഞ്ഞേക്ക് തന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി പോകുന്ന പെണ്ണ്, നീ ആ പടിയിൽ നിന്നും വാതിൽക്കിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് റോഡിലേക്ക് പോകുമ്പോ നിന്റെ അടുത്തേക്ക് ഇബ്ലീസ് വരുന്നു കണ്ടേ, നിന്റെ മുമ്പിലേക്ക് ഇബ്ലീസ് വരുന്നു മോളെ. ആ ഇബ്ലീസ് വന്നിട്ടെന്താ പണി ചെയ്യുന്നതെന്നറിയുമോ? നിന്റെ കൽബിലേക്ക് ഇട്ടു തരുകയാണ്. നിനക്ക് സൗന്ദര്യമുണ്ട്, ശരിയാ, ഇനിയും നിനക്ക് സൗന്ദര്യം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള മുഴുവൻ ആമ്പിള്ളാരും മുഴുവൻ യുവാക്കളും നിന്റെ പുറകിലേക്ക് വരുപടി പെണ്ണേ, നിന്റെ പുറകിൽ വരുപടി പെണ്ണേ എന്ന് നിന്റെ കൽബിലേക്ക് ഇബ്ലീസ് ഓതി തരുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ ഇബ്ലീസിന്റേതായ ഉപദേശത്തിൽ പൊന്നുപോലെ വീഴുകയല്ലേ, കിട്ടുന്ന കാശ് മുഴുവനും വീട്ടിൽ പാടരുത്. അതേപോലെ തന്നെ തളിപ്പറമ്പ് ടൗണിലേക്ക് ചെന്നുകൊണ്ട് ഏറ്റവും വലിയ ഷോപ്പിലേക്ക് കയറിയിട്ട് വില കൂടിയതായ സാധനം എടുത്തുകൊണ്ട് ഉപയോഗിക്കുന്ന പെണ്ണ്, മോളെ എന്റെ ഭർത്താവ് അയച്ചിരിക്കുന്ന കാശെടുത്തുകൊണ്ട് നീ ഉപയോഗിച്ചില്ലേ, ഇത് മുഴുവനും ചോദ്യം ചെയ്യുന്നതാണ്. നിനക്ക് അവകാശപ്പെട്ടതെന്നൊരു മോളെ, അവന്റെ തൃപ്തിയില്ലാതെ പൊരുത്തമില്ലാതെ ഏതെങ്കിലും പണം എടുത്തിട്ടുണ്ടെങ്കിൽ നാളെ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ മുന്നിൽ നിന്ന് ഒരു അടി മുന്നോട്ട് നിനക്ക് കടക്കാൻ, ഒരടി മുന്നോട്ട് പോകാൻ മോളെ നിനക്ക് കഴിയില്ലടേ, ഒരിക്കലും നിനക്ക് കഴിയില്ല പൊന്നുമോളെ. അവന്റെ പണമെടുത്തുകൊണ്ട് അവനറിയാതെ കണ്ട് വേറെ മൊബൈൽ മേടിക്കുകയാണ്, ടച്ചിന്റെ മൊബൈൽ മേടിക്കുകയാ, ഫ്രണ്ട് ക്യാമറയുള്ള മൊബൈൽ മേടിക്കുകയാണ്. അവനറിയുന്നില്ല അവന് ഗൾഫ് രാജ്യത്ത് നിന്ന് കഷ്ടപ്പെടുന്ന പൊന്നുമോനാണ്. അവന്റെ ഭാര്യയെ നാട്ടിൽ അവൻ അയച്ചു കൊടുക്കുന്ന പണം കൊണ്ട് നല്ല വില കൂടിയതായ മൊബൈൽ എടുത്തുകൊണ്ട് ഫ്രണ്ട് ക്യാമറയുടെ മൊബൈൽ എടുക്കുമ്പോ അതിനാട്ടിട്ടിരിക്കുന്ന സിം അവനക്കറിയില്ല, നമ്പർ അറിയില്ല. അങ്ങനെ പോയിട്ട് അവന്റേതായ പെണ്ണുമ്പോൾ അവന്റേതായ പെണ്ണ് തുറന്നുകൊണ്ട് ആ ഭാര്യയ്ക്ക് വേറെ വേറെ ബന്ധങ്ങൾ വരുന്നു, ആ ഫോണിൽ കൂടി വേറെ വേറെ ബന്ധങ്ങൾ വരികയാണ്. എന്നിട്ട് അതിനുവേണ്ടി ചാർജ് ചെയ്തുകൊണ്ട് ലോകത്തുള്ളതായ ആളുകളെ വിളിച്ചുകൊണ്ട് സംസാരിക്കുന്ന പെണ്ണ്, നീ ചാർജ് ചെയ്യുന്ന കാശ് അവന്റെയല്ലേ, നിന്റെ ഭർത്താവിൻ്റെതല്ലേ. വേറെ രണ്ട് പുരുഷനുമായിട്ട് സംസാരിക്കുമ്പോൾ പെണ്ണുമോനെ ഓരോ വാക്കുകളും മലായികതകൾ രേഖപ്പെടുത്തുകയാണ്. ഓരോ സമയത്തും നീ വ്യഭിചാരിയാ, ഓരോ സമയത്തും നീ
പെണ്ണുമായി കൊണ്ടാടി ഒഴിഞ്ഞ് നീ സംസാരിക്കുമ്പോ അവിടെ വ്യഭിചാരമല്ലേ നടക്കുന്നത്, അവിടെ വ്യഭിചാരമല്ലേ നടക്കുന്നത്. നിന്റെ നാവ് കൊണ്ടുള്ള വ്യഭിചാരം, നിന്റെ കാത് കൊണ്ടുള്ള വ്യഭിചാരം, പിന്നെ കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം, പിന്നീട് നിന്റെ ശരീരത്തിന്റെ ഏറ്റവും ഏറ്റവും കുറവായ ഭാഗങ്ങൾ മുഴുവനും വെളിപ്പെടുത്തിക്കൊണ്ട് നിന്റെ ഫോട്ടോകൾ മുഴുവനും അവന്റെ കയ്യിലാകുമ്പോ ലോകം മുഴുവനും പ്രചരിക്കുകയല്ലേ, ലോകം മുഴുവനും പ്രചരിക്കുകയല്ലേ. അതുകൊണ്ടല്ലേ ഇന്ന് ഒളിച്ചോട്ടം ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന എന്റെ സഹോദരിമാരെ, 2 പെറ്റ പെണ്ണ് 18 വയസ്സുകാരനുമായിട്ട് ഒളിച്ചോടി പോകുന്നൊരവസ്ഥ. സുബ്ഹാനല്ലാഹ്, 2ഉം 5ഉം മക്കളുള്ള പെണ്ണുങ്ങള്, പർദ്ദയിട്ട് നടക്കുന്ന പെണ്ണ്, നിസ്കരിക്കുന്ന പെണ്ണ്, പറഞ്ഞിട്ടെന്താ കാര്യം? ഇബ്ലീസ് വന്നുകൊണ്ട് പഠിപ്പിച്ചില്ലേ, വേറൊരു പുരുഷനുമായിട്ട് പോവുകയല്ലേ. ഗൾഫ് രാജ്യത്തേക്കുന്ന ഭർത്താവ് അറിയുന്നുണ്ടോ? ചെറുപ്പക്കാരൻ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. എങ്കിൽ നോക്കിക്കോ എന്റെ യുവാക്കളെ, നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണെന്നറിയുമോ? നമ്മുടെ കൂട്ടുകാരെയാ. എന്റെ കൂട്ടുകാരന്മാരൊന്ന് ശ്രദ്ധിച്ചു കൊള്ളുക. അനുഗ്രഹീത യുവത്വത്തിൽ ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന കൂട്ടുകാരന്മാരാരാകണമെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മന്നറാദല്ലാഹു ബിഹി ഖൈറാഹാ റസദഹു ഖലീലൻ സാലിഹാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, യുവാക്കളെ, മോനെ നിന്റെ കൂട്ടുകാരനായിട്ട് വരേണ്ടത് ആരാണെന്നറിയുമോ? സ്വാലിഹായ മനുഷ്യനാണ്, സ്വാലിഹായ മനുഷ്യനാ. മന്നറാദല്ലാഹു ബിഹി ഖൈറാ, ഒരുത്തിനെ കൊണ്ട് അല്ലാഹു തആല ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ, പൊന്നുമോനെ നിന്നെ കൊണ്ട് അല്ലാഹു തആല ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ, റസഖഹു ഖലീലൻ സാലിഹാ, ഒരു സ്വാലിഹായ ചങ്ങാതിയെ നിനക്ക് തരുന്നതാണ്, ഒരു സ്വാലിഹായ ചങ്ങാതിയെ നിനക്ക് അല്ലാഹു തആല തരുന്നതാ. നിങ്ങൾ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ എന്റെ ചങ്ങാതി നല്ല സ്വാലിഹത്തായവനാണെന്നോ? നമ്മുടെ ചങ്ങാതി എങ്ങനെയാകേണ്ടതെന്നറിയുമോ? നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം മറന്നുപോയാൽ അവൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പൊന്നുമോനെ, നിന്റെ അടുത്ത് വന്നിരുന്നു കൊണ്ട് കിന്നാരം പറയുന്ന നിന്റെ കൂട്ടുകാരൻ, അവൻ നിന്നോട് പറയുന്നു, മോനെ നീ ഇന്ന് ഇശാ നിസ്കരിച്ചോ? ഉടനെ പറയുന്നു, ഇല്ലടാ ഞാൻ ഇശാ നിസ്കരിച്ചില്ല. എങ്കിൽ പോയി നീ ഇശാ നിസ്കരിച്ചിട്ട് വരൂ. എന്നിട്ട് നമുക്ക് ഇനി മതി സംസാരമെന്ന് പറഞ്ഞുകൊണ്ട് വിടുന്ന ഒരു കൂട്ടുകാരനാണ് പൊന്നുമോനെ നിന്റെ സാലിഹായ കൂട്ടുകാരൻ എന്ന് പറയുന്നത്. അല്ലാഹു തആല നമുക്ക് സാലിഹായ കൂട്ടുകാരനാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഏതൊരു കാര്യത്തിലും വന്ന് പങ്കെടുത്തുകൊണ്ട് സജീവമായിട്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന കൂട്ടുകാരൻ, അവന്റെ കണ്ണുണ്ടല്ലോ നിന്റെ പെങ്ങളുടേതായ ഭാഗത്തേക്ക് പോകില്ലടാ. അവന്റെ കണ്ണുണ്ടല്ലോ നിന്റെ ഉമ്മാന്റെ മുഖത്തേക്ക് നല്ലതുപോലെ നോക്കില്ലടാ. അവന്റെ കണ്ണുണ്ടല്ലോ നിന്റെ കുടുംബത്തിലൊരു പെണ്ണുങ്ങളുടെ മുഖത്തേക്ക് അവൻ നോക്കില്ലടാ. അങ്ങനെയുള്ള കൂട്ടുകാരനാണടാ സാലിഹായ കൂട്ടുകാരൻ. നിന്റെ വീട്ടിൽ വന്നുകൊണ്ട് നിനക്ക് അനുയോജ്യമായ നിലയിൽ സഹായിക്കുന്നവനാണ് സ്വാലിഹായ കൂട്ടുകാരനെന്ന് ലോകത്തിന്റെ നായകൻ ഒരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരു കാര്യം അങ്ങനെ ഓർമ്മിച്ചു കഴിഞ്ഞാൽ അവനെ നല്ലതുപോലെ സഹായിക്കുന്നവനാണ്. ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് വഴിപിഴച്ച കൂട്ടുകാരെയല്ലേ? എന്ന യുവത്വമേ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് വഴിപിഴച്ച കൂട്ടുകെട്ടല്ലേ? സിനിമ കാണുന്നവൻ കണ്ടുപിടിക്കുന്നവനല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവര്? അതേപോലെ ഫേസ്ബുക്കിൽ കൂടിയും വാട്സപ്പിൽ കൂടിയും അന്യ പെണ്ണുമായിട്ട് ചാറ്റ് ചെയ്യുന്ന കൂട്ടുകാരെയല്ലേ എന്നേ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്? എന്നിട്ട് അവന്റെ കയ്യിൽ നിന്ന് നമ്പർ ഓടിച്ചുകൊണ്ട് ഓരോരോ പെണ്ണുങ്ങളുമായിട്ട് ചാറ്റാണല്ലേ നമ്മുടെ സമയം നമ്മൾ മാറ്റി വെക്കുന്നത്.
അവരിൽ പൊന്നുപോലെ എന്ന് വഴിയെത്തിക്കാൻ വേണ്ടി വന്നതാണ്, നിന്റെ പതനം കാണാൻ വേണ്ടി വന്നതാണ്, നിന്റെ കുടുംബം പകരുന്നത് കാണാൻ വന്നതാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് ഏറ്റവും കൂടുതൽ കൂട്ടുകാരാണല്ലോ നമ്മുടെ ഏറ്റവും കൂടുതൽ സൗഹൃദം, നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മുടെ പെൺകുട്ടികൾക്ക് കോളേജിലൊക്കെ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾക്ക്, ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി പറഞ്ഞതാണ്, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി കോളേജിൽ പഠിക്കുന്നത്, അവക്കുണ്ടോന്നറിയില്ല, അവള് നമ്മളോട് പറഞ്ഞാണ് എന്താണ് പറഞ്ഞത്, നമ്മുടെ കോളേജിലുള്ള ഭൂരിഭാഗം മുസ്ലിം പെൺകുട്ടികൾക്കും ആൺകുട്ടികളുമായിട്ട് കമ്പനിയുണ്ട് എന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ ചില ആൾക്കാരെ, എനിക്ക് വിശ്വാസമുള്ള ചില കുട്ടികളോട് ഞാൻ ചോദിച്ചപ്പോൾ, അവരോട് ചോദിച്ചല്ല, ഇവളോട് തന്നെ ചോദിച്ചു, എനിക്ക് നല്ല വിശ്വാസമുള്ള കുട്ടികൾ അങ്ങനെ പോകില്ല, അവരങ്ങനെ വഴിപിഴച്ച് പോകില്ല, അങ്ങനെ ഒരു ആൺകുട്ടികളുമായിട്ട് ബന്ധപ്പെടാൻ അവർ പോകില്ല. എനിക്ക് ഉറപ്പുള്ള 2 കുട്ടികളെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവരാണ് ആദ്യത്തെ ആൾക്കാർ. അവർക്ക് 1ഉം 2ഉം ഒക്കെ ഉണ്ട്. ഒന്ന് കോളേജ് ഗ്രൗണ്ടിൽ, അല്ലാതെ തന്നെ വേറെ വിളിക്കുന്ന ടൈപ്പ്, ഇങ്ങനെ പല രീതിയിലും അവർക്കുണ്ട്. സുബ്ഹാനല്ലാഹ്. ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട് എന്ന് വേർതിരിച്ചുകൊണ്ട് ഒരു വേർതിരിവുമില്ല. ചില ആൾക്കാർക്ക് സ്വന്തമായിട്ട് നന്നാകുന്നതാണ് ഇഷ്ടം, മറ്റുള്ളവർ നന്നാകുന്ന ഇഷ്ടമില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. സ്വന്തമായിട്ട് നന്നാകുന്നതാണ് ചില ആൾക്കാർക്ക് ഇഷ്ടം, മറ്റുള്ളവർ നന്നാകുന്നത് പിടിക്കൂല. നന്റെ മോൻ അവൻ ബെറ്ററാണ്, മറ്റവന്റെ മോൻ അങ്ങനെയൊക്കെ ഉണ്ട്, എങ്കിലും ചെറിയ വളവും തിരിവൊക്കെ ഉണ്ട് അവന്റെ കയ്യിൽ എന്ന് പറയും. നമ്മുടെ സ്വന്തം മക്കളെ കുറിച്ച് നമ്മൾ എത്രത്തോളം പുകഴ്ത്താമോ അത്രത്തോളം നമ്മൾ പുകഴ്ത്തി വെക്കുകയാണ്. മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്താണ്, നമ്മുടെ നാക്ക് ഇറങ്ങിപ്പോവുകയാണ്. അവരെ കുറിച്ച് പറയാനൊന്നുമില്ല, അവരെ കുറിച്ച് മോശമായ കാര്യങ്ങളെല്ലാം നമ്മുടെ നാവിൽ വരുത്തില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റുള്ളവരെ കുറിച്ച് അനാവശ്യമായിട്ട് നമ്മുടെ നാവിലും കൽബിലും വരുന്നുണ്ട് എങ്കിൽ നമ്മുടെ കൽബിൽ എന്തില്ല, ഈമാനിന്റെ ലവലേശം പോലുമില്ല എന്ന് റസൂലുള്ളാഹി. നമ്മുടെ കൽബിൽ ഈമാൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ സഹോദരനെ നമ്മൾ കുറ്റം പറയുന്നത്. എന്റെ സഹോദരിമാരൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ വരിക, സഹോദരിമാരിലോട്ട് ഞാൻ വരികയാണ്, അങ്ങോട്ട് വരുമെന്നല്ല, വിഷയത്തിലേക്ക് വരിക. അപ്പോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ 2ാമത്തെ കാര്യം എന്താണെന്നറിയുമോ? യുവാക്കളെ ഒന്ന് ശ്രദ്ധിക്കണം. ഒന്നാമത്തത് പറഞ്ഞത് അൽ ഹുബ്ബു ഫീ ഖുലൂബിൽ അബ്റാർ. 2ാമത്തത് പറഞ്ഞെന്താണ്? അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ ശത്രുക്കൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഭയമുണ്ടാകും. 5 നേരം നിസ്കരിക്കുകയും ഏത് സമയവും ഒളുവൊക്കെ എടുത്തുകൊണ്ട് 5 നേരം നിസ്കരിക്കുകയും അതേപോലെ ദീനീ പ്രവർത്തനത്തിന് വേണ്ടി നടക്കുകയും ചെയ്യുന്ന ഒരു യുവാവ് ഇങ്ങോട്ട് നടന്നു വരുമ്പോ സുബ്ഹാനല്ലാഹ്, അവന്റെ ഈമാൻ കണ്ടിട്ട് അവന്റെ എതിരെ വരുന്ന അവന്റെ ശത്രു ഒന്ന് വിറയ്ക്കുമെന്ന് റസൂലുള്ളാഹി. അള്ളാന്റെ റസൂലിന്റെ ചര്യ അനുസരിച്ച് എന്റെ യുവാക്കളെ നമ്മൾ അടിയുറച്ചുകൊണ്ട് നിൽക്കണം. നല്ല ഈമാൻ വേണം. ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് നമ്മൾ ജീവിക്കണമെങ്കിൽ നല്ല ഈമാൻ വേണം. നല്ല ഈമാൻ ഇല്ലാതെ ഒരിക്കലും നമുക്ക് ദീനിൽ സ്ഥിരമായിട്ട് നിൽക്കാൻ കഴിയില്ല. 2 ദിവസം മുതലോടെ ഇപ്പൊ നിസ്കാരവും തഹജ്ജുദും ളുഹായും ഒക്കെ ഉണ്ടാവും. 3 അന്ന് തിയേറ്ററിലും പോകും. ഈ ഈമാൻ പാടില്ല, ഈ ഈമാൻ പറ്റൂല. ഇത് കാക്ക തൗബയാണ്, കാക്കയുടെ ഈമാനാണ്. ആ ഈമാൻ പറ്റൂല. ഈ കാലഘട്ടത്തിൽ ദീനുൽ ഇസ്ലാമിന്റെ ചൈതന്യത്തോടുകൂടെ നമ്മൾ ജീവിക്കണമെങ്കിൽ എന്റെ യുവാക്കളെ നല്ല ഈമാൻ നമുക്കുണ്ടാകണമെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാഹു തആല പരിപൂർണമായ ഈമാൻ തന്ന് അല്ലാഹു തആല നമ്മുടെ തൗഫീഖ് നൽകുമാറാകട്ടെ. പരിപൂർണമായ ഈമാൻ തന്ന് അല്ലാഹു തആല നമ്മളെ സഹായിക്കുമാറാകട്ടെ. നല്ല ഈമാൻ വേണം, എങ്കിൽ മാത്രമേ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്താ പറഞ്ഞത്? ഈമാനുള്ള അല്ലെങ്കിൽ ഇസ്ലാമിൽ അധിഷ്ഠിതമായി കൊണ്ട് ജീവിക്കുന്ന ഒരു യുവാവ് നടന്നു വരുമ്പോൾ അവന്റെ എതിർവശത്തൂടെ വരുന്നത് അവന്റെ ശത്രുവാണെങ്കിൽ ഒന്ന് ഭയക്കും. അതുകൊണ്ടല്ലേ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൈ പിടിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ശാന്തമായ തീരത്തേക്ക് കടന്നു വന്നപ്പോൾ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു വഴിയിലേക്ക് കൂടി കടന്നുപോയി കഴിഞ്ഞാൽ ആ വഴിയിൽ കൂടി തന്നെയാണ് ഇബ്ലീസ് കടന്നു വരുന്നെങ്കിൽ ഇബ്ലീസ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പേടിച്ചുകൊണ്ട്
കണ്ടിട്ടല്ല, ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖൽബിൽ അല്ലാഹുവിന്റെ ഈമാൻ, നൂറാനിയത്ത് അല്ലാഹുവിന്റെ പ്രവാചകര് കൊടുത്തു. അതിന്റെ പവർ കണ്ടിട്ടാണ് ഇബ്ലീസ് ചാടി പോകുന്നത്. ഇന്ന് നമ്മളെ ഇബ്ലീസ് ഇങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുക. മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൽ ഇബ്ലീസ് ഇന്നിങ്ങനെ നൃത്തം ചെയ്യുക. അതിനുള്ള അവസരം നമ്മൾ വെച്ചു കൊടുക്കുകയാണ്. ഇബ്ലീസിന് നമ്മുടെ ഖൽബിന്റെ അകത്ത് നൃത്തം വെക്കുകയാണ്. അതിനുള്ള അവസരമാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അതിനുള്ള അവസരം നമ്മുടെ വീടുകളിൽ നിന്ന് സജീവമാവാം. അതിന്റെ അവസരങ്ങൾ ഇന്ന് വീടുകളിലും നമ്മുടെ ജീവിത ശൈലികളിലും ഇന്ന് വളരെ സുലഭമായി ഇബ്ലീസിന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ചങ്ങാതിയായി ഇബ്ലീസ് മാറിയിരിക്കുകയാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾക്കൊരു ചരിത്രം അറിയുമോ? റബീഇ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു, റബീഇ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു എന്നൊരു യുവാവായിരുന്നു, ചെറുപ്പക്കാരനായിരുന്നു. ആ റബീഇ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനെ നല്ലതുപോലെ ഇഷ്ടം വെക്കുന്ന ഒരു ആശിഖായിരുന്നു. നല്ലതുപോലെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കുന്ന, അല്ലാഹുവിന്റെ പ്രവാചകന് വേണ്ടിയിട്ട് ഓരോ ദിവസവും ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലുന്നൊരു യുവാവ. അല്ലാഹുവിന്റെ പ്രവാചകർ ഏത് രീതിയിലാണോ ജീവിച്ചിട്ടുള്ളത് ആ രീതിയിൽ തന്നെ ജീവിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന ഒരു യുവാവുണ്ടെങ്കിൽ അത് റബീഇ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. റബീഇ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു നാടിലൊരു സ്ഥാനമുള്ള മനുഷ്യനാണ്. നല്ല യുവാവാണ്, നല്ല യുവാവാണ്. അവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും അംഗീകരിക്കുന്ന യുവാവാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചര്യനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യുവാവാ. ബഹുമാനപ്പെട്ട റബീഇ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന കാലഘട്ടത്തില് ഒരു സമയത്ത് യൂറോപ്പിന്റെ ഭരണാധികാരി വന്നുകൊണ്ട് റബീഇ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിനെ ക്ഷണിക്കുകയാണ്. യൂറോപ്പിന്റെ ഭരണാധികാരികൾ വന്നിട്ട് റബീഇ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിനെ ക്ഷണിക്കുന്നു. അവരുടെ ഒരു സമ്മേളനത്തിൽ ഒരുമിച്ച് കൂടാൻ അവരുമായിട്ടൊന്ന് സംഗമിക്കുവാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട റബീഇ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിനെ ക്ഷണിക്കുകയാണ്. എന്റെ യുവാക്കളെ, നമ്മൾ ചിന്തിക്കണം കേട്ടോ. ആരുടെ മുന്നിലും നമ്മൾ അടിപതറാൻ പാടില്ല മോനെ. തൊപ്പിയിട്ടതിന്റെ പേരില് ആരെങ്കിലും നിന്നെ കളിയാക്കുന്നുണ്ട് എങ്കിൽ അവൻ കളിയാക്കിക്കൊള്ളട്ടെ. അവൻ ഇബ്ലീസാണ്, ഇബ്ലീസാണ്, ഇബ്ലീസാ. നീ പള്ളിയിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ നീ 5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോ നിന്റെ കൂട്ടുകാരന്മാർ നിന്നെ കളിയാക്കുന്നുണ്ട് എങ്കിൽ അവർ കളിയായിക്കൊട്ടെ മോനെ. ആ കളിയാക്കുന്നത് ആരാണെന്നറിയുമോ? അത് ഇബ്ലീസിന്റെ രൂപത്തിൽ വന്ന മനുഷ്യനാ. അത് ഇബ്ലീസാണ് പൊന്നുപോലെ. അതുകൊണ്ട് കളിയാക്കിക്കൊള്ളട്ടെ. ചെലവരപ്പൊന്ന് നോക്കിക്കേ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് റബീഇ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാനൊന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കേ. റളിയല്ലാഹു തആല അൻഹു യൂറോപ്പിന്റെ ഭരണാധികാരികളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമ്മേളനത്തില് റളിയല്ലാഹു തആല അൻഹു ഒരുമിച്ച് കൂടി. അങ്ങനെ ഒരു സമ്മേളനമൊക്കെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാ. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സുഹൃത്തിയുടേതായ ചുറ്റുഭാഗത്തും അവരിരുന്നു, ഡൈനിങ് ടേബിളിൻ്റെതായ ചുറ്റുഭാഗത്തും അവരിരുന്നു. എന്നിട്ട് ഭക്ഷണമെല്ലാം എടുത്തു വെച്ചു. ഭക്ഷണം കഴിക്കുകയാണ്. ആ സമയത്ത് തന്റെ കയ്യിൽ നിന്നും ഒരു പിടി ഭക്ഷണം, ഒരു നുള്ളു ഭക്ഷണം അതാ തറയിലേക്ക് വീണു. എന്നെ സഹോദരിമാര്, എന്റെ കയ്യിൽ നിന്ന് ഒരു നുള്ളു ഭക്ഷണം താഴേക്ക് വീണപ്പോ റളിയല്ലാഹു തആല അൻഹു ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് തന്റെ കയ്യിൽ നിന്ന് താഴേക്ക് വീണതായ ആ സാധനങ്ങൾ വാരി മുഖത്ത് തേക്കുക. ഇത് തേച്ചിട്ട് കിടക്കുകയാണ് ഗ്ലാമർ വരുത്തി ലാസ്റ്റ് നമ്മുടെ മുഖത്തുള്ളതായ, തിരുവനന്തപുരത്ത് ഒരു സ്ത്രീയുണ്ട്, ക്യാൻസർ സെന്ററിൽ കിടക്കുന്ന ഒരു സ്ത്രീയുണ്ട്. അവരുടെ മുഖത്തിന്റെ മാംസം മുഴുവനും ഉരിച്ചെടുത്തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അവരുടെ മുഖത്തിന്റെ മാംസം ഉരിച്ചെടുത്തിരിക്കുകയാണ്. എന്താ കാരണം? അവർക്ക് ഇത് തന്നെയായിരുന്നു പരിപാടി.
ഗ്ലാമർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വലിച്ചു തേക്കലാണ്, ഗ്ലാമർ ഉണ്ടാക്കാൻ, പ്രകാശിച്ചു നിൽക്കാൻ. സുബ്ഹാനല്ലാഹ്, നല്ലതുപോലെ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്തിട്ട് കണ്ണുനീര് കൊണ്ട് നമ്മുടെ മുഖം ഒന്ന് കഴുകിയിട്ട് ഈ തസ്ബീഹ് ചൊല്ലുന്ന ഈ തസ്ബീഹ് കൊണ്ട് നമ്മുടെ മുഖം ഒന്ന് തുടച്ചേ നല്ലതുപോലെ പ്രകാശിച്ചോളും. ആ പ്രകാശത്തിൽ പ്രകാശിക്കുന്ന ആ പ്രകാശം കൊണ്ട് കണ്ട് കെട്ടാൻ വരുന്നവൻ കെട്ടിയാൽ മതി, ഇല്ലെങ്കിൽ പോട്ടെ. അല്ലാതെ കുറച്ച് ഗ്ലാമർ വരുത്തിയിട്ട് നമ്മുടെ ഓരോരുത്തൻ ഒരു പെണ്ണ് കാണാൻ വേണ്ടി പോയി, അവൻ വാട്സപ്പിൽ കൂടി പരിചയപ്പെട്ടതാ. ഈ പെണ്ണ് നല്ല നല്ല ഫോട്ടോകളൊക്കെ അവനിക്ക് അയച്ചു കൊടുത്തു. പെണ്ണുങ്ങൾ സോക്കലാണ്, നല്ല നല്ല ഫോട്ടോകളൊക്കെ, അവളുടെ നല്ല നല്ല ഫോട്ടോകളൊക്കെ ചെയ്തു ഇവനിക്ക് അയച്ചു കൊടുത്തു. ഇവൻ അങ്ങോട്ട് പോയ പെണ്ണ് കാണാൻ വേണ്ടി പോയി, എല്ലാം ഉറപ്പിക്കാൻ വേണ്ടി പോയതാ. ഉറപ്പിക്കാൻ വേണ്ടി പോയി ഒരു മൊബൈലൊക്കെ ആയിട്ടാ പോകുന്നത്. മൊബൈലൊക്കെ ആയിട്ട് പോയി അവിടെ പെണ്ണിനെ കണ്ടപ്പോ ഇവന് തലകറക്കം വന്നു. ഉടനെ തല കറങ്ങിപ്പോ ഇവന് മരിച്ച പോലെ നിൽക്കുകയാണ്. ഇവനൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. അതിനു മുമ്പ് വരെയും ഭയങ്കര പാട്ടും മൗലിദോലും സ്വലാത്ത് ചൊല്ലലും ഒക്കെ ആയിരുന്നു, ബദർമാല പാടലും ഒക്കെ ആയിരുന്നു. പെണ്ണിനെ കണ്ടു കഴിഞ്ഞപ്പോ ഇവന് പിന്നെ അനക്കമില്ല, ഇവൻ ഒറ്റ നിപ്പാണ് ഇങ്ങനെ. സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ നിപ്പാണ്. എന്താണ്? ഫോട്ടോയിൽ കൂടി കണ്ട പെണ്ണല്ല ഈ നിൽക്കുന്നത്. ഫോട്ടോയിൽ കൂടി മറ്റേ വേറെ ഓപ്ഷൻ ഇതുണ്ടല്ലോ, സോഫ്റ്റ്വെയർ ഉണ്ട്. ആ ഫോട്ടോ നമ്മുടെ മുഖമൊക്കെ നല്ല മിനുക്കിയിട്ട് നല്ല പ്രകാശിപ്പിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. അതിനകത്ത് കയറ്റി മിനുക്കി ഫോട്ടോ, എന്നിട്ട് അവനങ്ങോട്ട് അയച്ചു കൊടുത്തു. അപ്പൊ നല്ല രസമുണ്ട് ഇവളുടെ മുഖം കാണാൻ, നല്ല രസമുണ്ട്, മൊഞ്ചുണ്ട്. ഇവനങ്ങ് സന്തോഷിച്ചു. ഇവനങ്ങ് സ്വർഗം കിട്ടിയതുപോലെ ആയിപ്പോയി, സ്വർഗത്തിലെ പൂർലിയെ കിട്ടിയ പോലെ ആയിപ്പോയി. ഇവനങ്ങ് ആഘോഷിച്ചു. ചെന്ന് കണ്ടപ്പോഴോ തലകറക്ക, അന്നേരം തലകറക്ക, അടുത്തുള്ളവരെ പിടിച്ചു. സുബ്ഹാനല്ലാഹ്, ഇതാ ഇന്ന് നടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മുഖത്ത് കാന്തി ഉണ്ടാകണമെങ്കിൽ നല്ലതുപോലെ സ്വലാത്ത് ചൊല്ലി തസ്ബീഹ് ചൊല്ലി അത് മുഖത്തേക്ക് നല്ലതുപോലെ അങ്ങോട്ട് തേക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകർ പറയാണ്, ഇന്നഹു നഹാ അനിൽ ഖസഈ ആദരവായ റസൂലുള്ളാഹി. ഈ ഒരു ഹദീസ് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നിർത്താല്ലേ, സമയം ഒരുപാടായി. അള്ളാഹു നിങ്ങൾക്ക് ഇനി 5 ദിവസത്തെ, ഇനി 4 ദിവസത്തെ പരിപാടിയുണ്ട്. നിങ്ങളെ പരിഗണിച്ചാണ് നിർത്തുന്നത്. 1 മണി വരെ പറയാനും നമ്മൾ തയ്യാറാണ്, പക്ഷെ നിങ്ങളെ പരിഗണിച്ചാണ് നമ്മൾ ഇങ്ങനെ നിർത്തുന്നത് കേട്ടാ. ബക്കറ്റ് പോയാ കൊടുത്ത സുബ്ഹാനല്ലാഹ്, നല്ലപോലെ കിട്ടിയാ കിട്ടിക്കോളൂ ഇൻഷാ അല്ലാഹ്, എല്ലാം ശരിയാവും. എല്ലാരും നല്ലതുപോലെ കൊടുക്കണം ദീനിന് വേണ്ടിയിട്ട്. അതൊക്കെ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും നമുക്കില്ല. നമുക്ക് അതൊക്കെ ഉണ്ടാവുള്ളൂ. അള്ളാന്റെ പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക്. നിങ്ങൾക്കറിയോ, നമ്മളൊക്കെ നല്ലതുപോലെ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ പിഞ്ചോമന മക്കൾ വന്നിട്ട് നമ്മുടെ മദ്രസയിൽ വന്ന് ഓതി കൊടുക്കുന്ന ഖുർആൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊരു കുട്ടി പറയുമ്പോൾ ഉണ്ടല്ലോ, എന്താ അവിടെ സംഭവിക്കുന്നറിയോ? ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ ഒരു കുട്ടി പഠിക്കുകയാണ് നമ്മുടെ മദ്രസയിൽ വന്നിട്ട്. മദ്രസയിൽ വന്ന് കുട്ടികൾ വന്ന് ഫാത്തിഹ പഠിക്കുമ്പോ എന്റെ സഹോദരിമാര് ചിലപ്പോ ഉറക്കമായിരിക്കും, എങ്ങനെയും തല്ലി ഉണക്കി വിട്ടിട്ട് ഒരൊറ്റ കിടത്തം കിടക്കുന്നു. ചില ആൾക്കാരെ ഉറങ്ങൂല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, സുബഹി നിസ്കാരത്തിന് ശേഷം ആരെങ്കിലും കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ ബർക്കത്തുണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി. നമ്മുടെ സഹോദരിമാര് ഭൂരിഭാഗവും സുബഹി കണ്ണിക്കൽ ഉണ്ടായിരിക്കും. ഈ പൊക്കൂട്ടത്തെ കാര്യമല്ല പറഞ്ഞാൽ, മൊത്തത്തിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഇവരൊക്കെ ഉള്ളത് സ്വായത്തായ സ്ത്രീകളാണെന്ന് തോന്നുന്നു. അല്ലാഹു തആല ആക്കുമാറാകട്ടെ. നമ്മുടെ മദ്രസയിലേക്ക് കുട്ടികളെ പറഞ്ഞു വിട്ടിട്ട് കുട്ടികൾ പോകുന്ന നോക്കിയിട്ട് ഒരൊറ്റ ഉറക്കമാണ് അവിടെ. പിന്നെ കുട്ടികൾ വന്ന് ഉമ്മ എനിക്കുമ്മ ബൈക്കണുമ്മ എന്ന് പറയുമ്പോഴത്തേക്കിനാണ് പിന്നെ എണീക്കുന്നത്. വിശക്കണുമ്മ എണ്ണിച്ചൊല്ലം ഉണ്ടാക്കുമ്മ. അന്നേരം ഈ തേങ്ങ ഇങ്ങോട്ട് അടച്ചിട്ട് പോയ നിരക്ക് ഉണ്ടാക്കി കൊടുത്തു, 2 ഉണ്ട ഇതിലൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ അടിച്ചു വരട്ടി ഉണ്ടാക്കി കൊടുത്ത് പറഞ്ഞു വിടും സ്കൂളിലോട്ട്. പിന്നെ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. സ്കൂളിലേക്ക് എന്തെങ്കിലുമൊക്കെ ആ ഉണ്ടാക്കുന്നതിൽ അധികമായിട്ട് 2 അപ്പോട് ഉണ്ടാക്കി പാത്രത്തിലോട്ട് ഇട്ടിട്ട് അതുകൂടെ കൊടുത്തു വിടും, കുറച്ച് വെള്ളവും. ജോലി തീർന്നു, ജോലി ക്ലോസ്. ഈ സമയത്തുണ്ടല്ലോ, ഈ സുബഹിക്ക് ശേഷം നമ്മുടെ മക്കൾ വന്നിട്ട് നമ്മുടെ മദ്രസയിൽ വന്ന്, അല്ലെങ്കിൽ മഗ്രിബിന്റെ സമയത്ത്, ഇവിടെ രാത്രിയാണോ മദ്രസ, മഗ്രിബിന്റെ സമയം അവർ മഗ്രിബൊക്കെ നിസ്കരിച്ചിട്ട് നമ്മുടെ പള്ളിയിൽ മദ്രസയിൽ വന്നിട്ട് ആ ഖുർആൻ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ആ ഒരു വാക്യം പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഏതെങ്കിലും ഒരു മുതഅല്ലിം ഇൽമ പഠിക്കുന്ന വിദ്യാർത്ഥി അങ്ങനെ ഒരു വാക്യം സുബഹിയോ അല്ലെങ്കിൽ മഗ്രിബിന്റെ സമയത്തോ, പ്രധാനപ്പെട്ട 2 ടൈമാണ് സുബഹിയുടെ ടൈമും മഗ്രിബിന്റെ ടൈമും, ഈ സമയത്ത് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഏത് കുട്ടിയാണോ പറയുന്നത് ആ കുട്ടിയുടെ കുടുംബത്തിലും മാത്രമല്ല ആ നാട്ടിലുള്ള കുടുംബത്തിലും മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കാനിരിക്കുന്ന മുസീബത്തിനെ തട്ടിക്കളയുമെന്ന് ആദരവായ റസൂലുള്ളാഹി. അപ്പൊ പിന്നെ മദ്രസയ്ക്ക് കൊടുത്താലെന്താ? 1000 10,000 കൊടുത്താലെന്താ? അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ മദ്രസയ്ക്ക് വേണ്ടിയിട്ട് പള്ളിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നവരുണ്ട് അല്ലാ. 10,000 ആണെങ്കിലും 1,00,000 ആണെങ്കിലും കൊടുക്കുന്നവര്, അവരുടെ തോതനുസരിച്ചുകൊണ്ട് കൊടുക്കുന്നവര്, 1000 രൂപ മാത്രം കൊടുക്കാൻ കഴിവുള്ള പട്ടിണി പാവങ്ങൾ ഉണ്ടായിരിക്കാം. 250 500 ഒക്കെ കൊടുക്കാൻ കഴിയുന്ന വെറും പാവപ്പെട്ടതായ ആൾക്കാർ ഉണ്ടായേക്കാം. അല്ലാഹുവേ ആ സദഖ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ. അത് ജാരിയായ സദഖയിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ലക്ഷക്കണക്കിന് കൊണ്ടുവന്നിട്ട് ബാങ്കിന്റെ അക്കൗണ്ട് ബാലൻസ് ആയിട്ട് ഇട്ടിട്ട് കാര്യമില്ലെന്ന് പൊന്നുപോലെ ആ ബാലൻസ് ആയിട്ട് കടന്നിട്ട് നമുക്ക് വല്ലോ ഗുണവുമുണ്ടോ? ഖബറിലേക്ക് പോകുമ്പോൾ ജാരിയായ സദഖയാണ്, ഒഴുകിയെത്തുന്ന സദഖയാണ്. പോകുന്ന ഖബറിലേക്ക്, ഇരുണ്ടതായ ഖബറിലേക്ക്, ഇരുളാർന്ന ഖബറിലേക്ക് പ്രകാശമായി പരത്തിയെത്തുന്ന നല്ല ഈമാൻ നമ്മുടെ യുവാക്കൾക്ക് കൊടുക്കുമാറുണ്ട്. നല്ല അനുഗ്രഹീതമായ യുവത്വം. ഇതാണ് മക്കളെ അനുഗ്രഹീതമായ യുവത്വം. അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുക, ഇതാണ് അനുഗ്രഹീതം. അല്ലാതെ വേറൊന്നുമല്ല. അല്ലാഹുവിന്റെ ദീനനുസരിച്ച് നമ്മൾ ജീവിക്കുന്നതിനാണ് അനുഗ്രഹീത യുവത്വം എന്ന് പറയുന്നത്. മാതാപിതാക്കളെ ബഹുമാനിച്ചുകൊണ്ട്, അവരെ ആദരിച്ചുകൊണ്ട്, അവരെ തള്ളി പറയാതെ, അവരുടെ മനസ്സിലേക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വാക്കുകളും നമ്മൾ പ്രയോഗിക്കാതെ കണ്ട് അവരെ ബഹുമാനിച്ച്, ഉസ്താദന്മാരെ, ആലിമീങ്ങളെ, പണ്ഡിതന്മാരെയൊക്കെ ബഹുമാനിച്ചുകൊണ്ട് അല്ലാഹുവെ വഴിപ്പെട്ട് ജീവിക്കുന്നതിനാണ് അനുഗ്രഹീത യുവത്വം എന്ന് പറയുന്നത്. അല്ലാഹു തആല നമ്മുടെ യുവത്വം അനുഗ്രഹീതമാകുമാറാകട്ടെ. 4ാമത്തെ ഗുണം, നമ്മുടെ വിഷയത്തിന്റെ തുടങ്ങിയിട്ടേ ഉള്ളൂ, കുറച്ചായിട്ടുള്ളൂ. ഇപ്പൊ എന്താ ചെയ്യുന്നത്? സമയം 10:30 ആയില്ലേ? 4ാമത്തെ ഗുണം എന്താണെന്ന് അറിയാമോ? അല്ലാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ 4ാമത്തെ ഗുണം എന്താ? ഈമാൻ ഉറയ്ക്കുന്നതാണ്. ഈമാൻ ഉറയ്ക്കും. നമ്മുടെ ഖൽബിൽ ഈമാൻ ഉറയ്ക്കും നല്ലതുപോലെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് സഹാബാക്കൾ വന്നിട്ട് പറഞ്ഞു, ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ ആ പള്ളിയിൽ ഇറങ്ങിപ്പോകുന്ന മനുഷ്യനൊക്കെ ഉണ്ടാവും, ആ പള്ളി ഇറങ്ങിപ്പോയി. അയാൾ തോന്നുമ്പോഴൊക്കെ നിസ്കരിക്കുന്നു. മാത്രമല്ല അയാൾ നിസ്കരിച്ചിട്ട് പോയിട്ട് ഉടനെ തെറ്റാ ചെയ്യുന്നത്. അയാൾ ഇപ്പൊ പോയിട്ട് ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് അയാൾ ഫസാദ് പറയും. അയാൾ തെറ്റുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അയാളെ വിളിച്ചിട്ട് റസൂലുള്ളാഹി ഉപദേശിക്കണമെന്ന് ഒരു സഹാബി വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉടനെ സഹാബാക്കളെല്ലാം അങ്ങോട്ട് നോക്കി, അയാളെ നോക്കി. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഇനി മേലെ നിങ്ങൾ ഇതേപോലെ വാക്കി പറയരുത്. നിസ്കാരം എന്ന് പറയുന്നത് അത് നിസ്കരിച്ച് വരുമ്പോൾ അദ്ദേഹത്തെ അറിയാതെ തന്നെ സംസ്കരിക്കുക. നിസ്കാരം എന്ന് പറയുന്നത് നമ്മളെ സംസ്കരിച്ചെടുക്കുകയാണ് നല്ലതുപോലെ. നിസ്കാരം അത് ശാസ്ത്രജ്ഞന്മാരും സൈക്കോളജിക്കലായിട്ട് എല്ലാ രീതിയിലും നിസ്കാരം എന്ന് പറയുന്നത് ആ ഒരു 5-10 മിനിറ്റ് നമ്മളെ എല്ലാം മറന്നിട്ട് ദുനിയാവിന്റെ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ നിന്ന് നമ്മൾ മാറ്റിവിടുകയാണ്. നമ്മുടെ മൈൻഡിൽ നിന്ന് ഈ ദുനിയാവിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചു നേരത്തേക്ക് മാറ്റിവെച്ചിട്ട് നമ്മൾ റീഫ്രഷ് നമ്മുടെ ശരീരത്തെ, നമ്മുടെ ചിന്താ മണ്ഡലങ്ങളേക്ക് റീഫ്രഷ് ചെയ്തെടുക്കുകയാണ്. എന്തൊരു ആശ്വാസമാണ്! സുബ്ഹാനല്ലാഹ്, ഭയങ്കര ആശ്വാസം. ഏത് സമയത്തും നമ്മുടെ പണത്തിന്റെയും കുടുംബത്തിന്റെയും നമ്മുടെ ബിസിനസിന്റെയും കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ തല പുകഞ്ഞിരുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു സമാധാനമില്ല. എന്തൊക്കെയോ രോഗങ്ങളൊക്കെ നമുക്ക് പിടിയാണ്. കുറെ ഗുളികളൊക്കെ വാരി തിന്നുന്നു. കുറച്ച് കണ്ണിനൊഴിക്കുന്നിട്ട്, കുറച്ച് ചെവിയിലൊഴിക്കുന്നു, കുറച്ച് വാരി തിന്നുന്നു, കുറച്ച് സിറിഞ്ച് വെച്ച് കുത്തിവെക്കുന്നു. പിന്നീട് ബിസിനസിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഓടുകയാണ്. രാത്രിയിൽ ഉറക്കം നല്ലതുപോലെ കിട്ടുന്നില്ല. 12 മണിയാകുമ്പോൾ വീണ്ടും രാവിലെ എണീച്ചു പോകുന്നു. ഭക്ഷണക്രമങ്ങളൊക്കെ വളരെ തെറ്റി. അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. മക്കളൊക്കെ തോന്നിയതുപോലെ പൈസ ഇഷ്ടം പോലെ ഉണ്ട്, ബാങ്ക് ബാലൻസ് ഇഷ്ടം പോലെ ഉണ്ട്. മക്കൾ ആവശ്യത്തിന് പോയി കുത്തി എടുക്കുകയാണ്. എടുത്തുകൊണ്ട് വന്നിട്ട് മൊബൈൽ മേടിക്കുന്നു, ടാബ് മേടിക്കുന്നു, അവർ ഇഷ്ടമുള്ള രീതിയിലൊക്കെ നടക്കുന്നു. ബൈക്ക് എടുക്കുന്നു, പറക്കുന്നു നടക്കുകയാണ്. ഇവർക്ക് മക്കളെ കുറിച്ച് യാതൊരു ബോധവുമില്ല. ഇങ്ങനെയുള്ള ജീവിതമുണ്ട്. ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല, ഇങ്ങനെയുള്ള ജീവിതമുണ്ട്. വെറുതെ പണം ഉണ്ടാക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് എന്താ അവസ്ഥ? ഇവൻ വലിയ ഷോപ്പിന്റെ മുതലാളിയായിട്ട് മകളിലിരുന്നിട്ട് കണക്ക് കൂട്ടിയിരിക്കുന്ന നെഞ്ചത്തൊരു വേദന വന്നു, അവിടെ വെച്ച് സ്റ്റോപ്പ്. അവന്റെ ജീവിതം അവസാനിച്ചു. എന്താ അർത്ഥം? ഈ കോടികൾ ഉണ്ടാക്കിയിട്ട് വല്ല അർത്ഥങ്ങളുണ്ടോ?
വല്ല ഗുണമുണ്ടോ? നാളെ പാരത്രികമായ ലോകത്തിലേക്ക് പോവുക, അവിടത്തേക്ക് വല്ല സമ്പാദ്യമുണ്ടോ? വല്ല സമ്പാദ്യമുണ്ടോ? ഇവിടെ സമ്പാദിച്ചതൊക്കെ മക്കൾ കൊണ്ടുപോയി, മറ്റുള്ളവരെ കൊണ്ടുപോയി. പാർട്ണർഷിപ്പ് എന്നും പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാരെ വന്ന് അത് വാരി കൊണ്ടുപോയി. മരുമക്കൾ കൊണ്ടുപോയി, എല്ലാവരും കൊണ്ടുപോയി. മരുമക്കൾ കൊണ്ടുപോയി, എല്ലാവരും കൊണ്ടുപോയി. നമുക്കൊന്നുമില്ല. പാരത്രികമായ ലോകത്തിന് വേണ്ടിയിട്ടാണെങ്കിലോ അതുമില്ല. സുബ്ഹാനല്ലാഹ്, നശിച്ചു. രണ്ടുമില്ല, കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന് പറഞ്ഞ അവസ്ഥയായി. അല്ലാഹു തആല കാത്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് ചിന്തിച്ച് ജീവിക്കണം. കുറച്ച് ബുദ്ധിയുള്ളവർ മാത്രമാണ് ദീനിൽ അധിഷ്ഠിതമായി ജീവിക്കുകയുള്ളൂ. ബുദ്ധിയില്ലാത്തവർ ദുനിയാവിന് വേണ്ടി ജീവിക്കുമെന്ന് മഹാന്മാർ പറയുകയാണ്. ബുദ്ധിയില്ലാത്തവര് ദുനിയാവിന് വേണ്ടി ജീവിക്കും, ഈ ദുനിയാവിന് വേണ്ടി ജീവിക്കും. ബുദ്ധിയുള്ളവർ ആഖിറത്തിന് വേണ്ടി ജീവിക്കുമെന്ന് മഹാന്മാര് സൂഫിയാക്കൾ പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിയുള്ളവരാണ്. അല്ലാഹു തആല നമ്മളെ ബുദ്ധിയുള്ളവരെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നല്ലതുപോലെ ചിന്തി